ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളങ്ങനെ നേരെ വെളുത്തപ്പോൾ ഗോവയിൽ കയറി കഴിഞ്ഞു. കൺകോണ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. മെയിൻ ലൈനിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇവിടെ നിർത്തുന്ന ഏതെങ്കിലും ട്രെയിൻ വരുന്നതുകൊണ്ടാണോ അതോ മുന്നിലത്തെ സെക്ഷൻ ക്ലിയർ ആവാത്തതുകൊണ്ട് ഇവിടെ നിർത്തിയതാണോ എന്നുള്ള അറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഗോവയിലെ വളരെ മനോഹരമായ പ്രദേശങ്ങളിൽ കൂടെ പോകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാൺകോൺ കഴിഞ്ഞിട്ട് ഒരു ടണലും കഴിഞ്ഞു. ഇവിടെയൊക്കെ നല്ലോണം ക്ലൗഡിയാണ്, താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് മഞ്ഞ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. പ്ലാറ്റ്ഫോം 7ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആക്ച്വലി പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ തിരുവനന്തപുരം ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്സിൽ ഫസ്റ്റ് AC യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പാർട്ട് 1 നമ്മൾ തിരുവനന്തപുരം മുതൽ ഏകദേശം ഷൊർണൂർ വരെ കവർ ചെയ്തിരുന്നു. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 2 ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കൺകോണ കഴിഞ്ഞു. ഗോവയിലാണ് ഇപ്പോൾ മഡ്ഗാവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് പാർട്ട് 2 കാണാം. അപ്പോൾ മോർണിംഗ് ടൈം അവിടെ മുതൽ നമുക്ക് കവർ ചെയ്ത് തുടങ്ങാം. നമ്മളൊന്ന് ഫ്രഷപ്പൊക്കെ ആകാൻ പോയപ്പോഴേക്കും നമ്മുടെ മോർണിംഗ് ടീ കൊണ്ടുവന്ന് നമ്മളിത് വീണ്ടും ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ബാർലി സ്റ്റേഷനിലാണ് അൺഷെഡ്യൂൾഡ് നിർത്തി. മീൻവെൽ നമ്മുടെ ചായക്കറ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മെക്വിറ്റീസ് ഡൈജസ്റ്റീവിൻ്റെ 2 ബിസ്ക്കറ്റുണ്ട്, പഞ്ചസാരയുണ്ട്, പാൽപ്പൊടിയുണ്ട്, പിന്നെ ചായ ചപ്പസാം ചായ ഇടുന്നുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് നല്ലൊരു കപ്പുണ്ട്, ചൂടുവെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് AC പല രാജധാനികളും റെഡിമെയ്ഡ് ചായ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നമ്മുടെ വണ്ടിയിലകത്തൊരു തേങ്ങയില്ല. ഇതിനകത്ത് ഈ സാധനം കിട്ടുന്നത്. ഇതാണ് നമ്മുടെ കുളയം സൈഡിൽ നിന്ന് വരുന്ന ലൈനാണ്. ലോണ്ട കുളയം അങ്ങനെ വരുന്ന ലൈൻ. ഇതാണ് മഡ്ഗാവിലെ കോച്ച് മെയിൻ്റനൻസ് സെൻറ്റർ. പൂനെയുടെ 30800 കിടക്കുന്നു. അതിനകത്ത് കൊങ്കൺ റെയിൽവേയുടെ ഇൻസ്പെക്ഷൻ കാർസ് കിടക്കുന്നു. 3 എണ്ണം ഉണ്ടായിരുന്നു. 2 ICFും 1 LHBയും. RA1, RA2, RA3 3 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവ് സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. ഏത് പ്ലാറ്റ്ഫോമിലൂടെ കയറ്റാൻ പോകുന്നത് മനസ്സിലാക്കില്ല. സാധാരണഗതിയിൽ 3 കൊണ്ട് കയറ്റുന്നത്. കാര്യം 1 മാണ്ഡവി പോകാനുണ്ട്. ഒന്നിലേക്കല്ല, എന്തായാലും 2 3 നോക്കിയാൽ മതി. പതിവ് തെറ്റിച്ചിട്ടില്ല. പ്ലാറ്റ്ഫോം 3 പോകുന്നത്. ഇതാണ് പ്ലാറ്റ്ഫോം 1. പ്ലാറ്റ്ഫോം 1 നിന്ന് അല്പസമയത്തിനുള്ളിൽ മാണ്ഡവി എക്സ്പ്രസ് പോകും. റേക്ക് ഇതുവരെ കൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമയം 7:38. നമ്മളൊരു 10-12 മിനിറ്റ് ബിഫോർ ടൈമാണ്. നമ്മളങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിലോട്ട് കയറുന്നു. ഇതാണ് 4, 5, 6 3 പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇപ്പോഴത്തെ സൈഡിൽ.
4-ൽ മെമു ഉണ്ട്, 5-ൽ ഒരു വാപ്സാൻ ഹോൾ ട്രെയിൻ ഉണ്ട്, 6-ൽ ഒരു വാപ്സാൻ ഹോൾ ട്രെയിൻ ഉണ്ട്. അങ്ങേ ആയിട്ടുള്ള വൾസാഡിൻ്റെ 30770, ഇപ്പുറത്തുള്ളത് പുണെയുടെ 3776. ഇത് തേജസ് ആണ് 777 ഉള്ളത്. ഇത് കൊങ്കൺ റെയിൽവേയുടെ ഡെമോ ആണ്. ഇതിപ്പോൾ നമ്മുടെ തൊട്ട് മുന്നിൽ കാർവാറിൽ നിന്ന് മഡ്ഗാവിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഡെമോ കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് ലേറ്റ് ആയിരുന്നു. ഡെമോ കാരണം നമ്മൾ കുറച്ചധികം നേരം നമ്മൾ ബാളിയിൽ കിടന്നായിരുന്നു. കാര്യം ഡെമോ സെക്ഷൻ കയറിയത് വരും ബാളി മുതൽ മഡ്ഗാവ് വരെ 12 കിലോമീറ്റർ ഒറ്റ സെക്ഷനാണ്, ഒറ്റ ബ്ലോക്ക് സെക്ഷനാണ്. നമ്മളവിടെ കുറച്ച് നേരം കിടന്ന് ലേറ്റ് ആയിരുന്നു. ഈ മെമ്മുവിന് അപ്പുറത്തുള്ള റേറ്റ് കൊണ്ട് കിടക്കുന്നതാണ്. അത് ഇതാണ് നമ്മുടെ മുംബൈക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി കുറച്ച് നേരം ഇവിടെ ഹോൾട്ട് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി അത്യാവശ്യം ബിഫോർ ടൈമാണ്. വണ്ടി ഏകദേശം ഒരു 10 മിനിറ്റിന് മേലെ ബിഫോർ ടൈമാണ്. ഒരു 10 മിനിറ്റ് നമ്മളിവിടെ കിടക്കും. അപ്പോൾ ആ കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 1, അവിടെ നിന്ന് ഇപ്പോൾ അധികം താമസിക്കാതെ നമ്മുടെ മാണ്ഡ്വി എക്സ്പ്രസ്സിൻ്റെ റേക്ക് വരും. മാണ്ഡ്വി നമ്മുടെ പുറകെയാണ് വരിക, നമുക്ക് മുന്നേ പോലെ നമ്മുടെ പുറകെയാണ് മാണ്ഡ്വി എക്സ്പ്രസ്. അപ്പോൾ സമയം 7:58, നമ്മുടെ സ്റ്റാർട്ടർ ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്തിന് ഇവിടെ നിന്ന് പുറപ്പെടും. അപ്പോൾ നമ്മളങ്ങനെ കൃത്യസമയമായി 8 മണിക്ക് മഡ്ഗാവിൽ നിന്ന് പുറപ്പെടും. കണ്ട ഇന്നലേക്ക് ഒരു ജേർക്കും ഇല്ലാണ്ട് എടുത്ത വണ്ടിയാണ്. ഇന്നിപ്പോൾ ചാടിത്തിറങ്ങിയതാണ്ടോ. ഇതിപ്പോൾ മഡ്ഗാവിൽ നിന്ന് കയറിയ ക്രൂ ആണ്. തിരുവനന്തപുരം നിജാമുദ്ദീൻ 2431 ground തിരുവനന്തപുരം നിജാമുദ്ദീൻ രാജധാനി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇനിയിപ്പോൾ പുറത്തിറങ്ങി എക്സ്ട്രീം ലെഫ്റ്റ് ലൈനിലോട്ട് നമ്മൾ കയറണം. ഈ കിടക്കുന്നത് നമ്മുടെ മുംബൈയിലേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസിൻ്റെ റേക്കാണിത്. ഇത് ഡെയിലി സർവീസാണ്. 2 റേക്ക് ഉപയോഗിച്ചാണ് ഇത് ഓടുന്നത്. നമ്മുടെ കഴിഞ്ഞ ദുരന്തോ എക്സ്പ്രസ് വീഡിയോയിൽ നമ്മൾ ഈ ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോം നമ്പർ 4 പെർമനൻ്റ് ആയിട്ട് അങ്ങ് ഫിക്സ് ചെയ്തിരിക്കാൻ തോന്നും. ഒരു റേക്ക് ഇവിടെ വരുന്നു, ഇവിടെ നിന്ന് തന്നെയാണ് തിരിച്ചും പോകുന്നത്. इतना है कैमरा, इतना ही है. तुगलकाबाद में 39075. नागपुर ഷെഡിൻ്റെ 6032. കഴിഞ്ഞ പ്രാവശ്യം NMG റേക്കായിരുന്നു, ഇപ്രാവശ്യം BCN റേക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് മജോർദ സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇവിടുന്ന് ട്രെയിൻ റൈറ്റിലോട്ട് കയറിയിട്ടാണ് കൊങ്കൺ റെയിൽവേയുടെ ലൈനിലോട്ട് കയറുന്നത്. ഇതാണ് മജോർദ സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. നമ്മൾ ഉദ്ദേശിച്ച പാസഞ്ചർ ഇതുവരെ ഇങ്ങ് എത്തിയിട്ടില്ല. ഇതാണ് മജോർഡ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ കൊങ്കൺ റെയിൽവേയുടെ കീഴിലാട്ടോ. നമ്മൾ കൊങ്കൺ റെയിൽവേ തന്നെയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വാസ്കോയിലേക്ക് പോകുന്ന ലൈന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. ഇതാണ് മജോർദ സ്റ്റേഷൻ. മജോർദ കഴിഞ്ഞു.
അതുപോലെ ലെഫ്റ്റ് സൈഡിലത്തെ 2 ലൈനുകൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഹുബ്ബള്ളി ഡിവിഷൻ്റെ കീഴിലാണ്. അത് സിംഗിൾ ഡിസ്റ്റൻസ് ടെറിട്ടറിയാണ്, നമ്മളുള്ളത് ഡബിൾ ഡിസ്റ്റൻസ് ടെറിട്ടറിയിലാണ്. നമ്മൾ തിരിയുന്നതിന് മുമ്പ് പാസഞ്ചറിനെ കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ് ഞാനിവിടെ. വരുന്നുണ്ട് പാസഞ്ചർ വരുന്നുണ്ട്. ഡെമോ ആണ്, പക്ഷെ നമ്മളപ്പോഴേക്കും തിരിയും. അങ്ങൊന്ന് ഡെമോ വരുന്നതുണ്ടോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഈ ഡെമോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ ഡെമോ തന്നെയാണ്. അത് വാസ്കോപ്പുടെയും പാസഞ്ചറാണ്. ഇതാണ് വരുന്ന യാർഡ്, നല്ല വലിയ യാർഡാണ്. കണ്ടത് യാർഡിൻ്റെ ഒരു വലിപ്പം കണ്ടോ? യാർഡിനകത്തൊരു മെമു കിടക്കുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് അവരുടെ മറ്റേ ഡീസൽ റോളിംഗ് സ്റ്റോക്ക് മെയിൻ്റനൻസ് ജിപ്പ്. പണ്ട് ഡെമു ഇവിടെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. മെമു ഇവിടെയാണോ ചെയ്യുന്നത് അതോ മെമു അവിടെ കൊണ്ടുപോയി മറ്റേ നമ്മൾ ലൂപ്പിലോട്ട് കയറണം. അപ്പോൾ മെമു ഇനി മടുകാമല കൊണ്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എനിക്കറിയില്ല കേട്ടോ. കേരള വർക്ക് ചെയ്യുന്ന ഫ്രണ്ടിനോട് ചോദിച്ചിട്ട് ഞാൻ താഴെ കമൻസ് ഇട്ടേക്കാം. നമ്മൾ ലൂപ്പ് ചെയ്തു. അപ്പോൾ ദാദർ തിരുനെൽവേലി നമ്മൾ ഇവിടെ വെച്ച് ക്രോസ് ചെയ്യും. നമ്മൾ കൊങ്കൺ റെയിലിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ രാജധാനിയിൽ നിന്നും വന്ദേ ഭാരത്തിൽ നിന്നൊന്നുമില്ല. ആദ്യം എത്തുന്നവൻ ലൂപ്പിൽ കയറിയിരിക്കും, മറ്റവൻ മെയിൻ ലൈനിൽ കൂടെ പോകും, അത്രേ ഉള്ളൂ. അല്ല, അതാണ് ശരിക്കുള്ള ലോജിക്കും, അങ്ങനെ വേണം. DDU ഷെഡിൻ്റെ 38409 വാഗൺ 9. DDU എന്ന് പറഞ്ഞാൽ 12 ദീൻ ദയാൽ ഉപാധ്യായ നഗർ. അപ്പോൾ ഇതാണ് വെർണ സ്റ്റേഷൻ. വെർണ സ്റ്റേഷൻ അതിന് മുമ്പിൻ്റെ വീഡിയോസ് ഒന്നും കാണിച്ചിട്ടില്ലാണ്ട് എനിക്ക് ഓർമ്മയില്ല. ഏതാണ് സ്റ്റേഷൻ ബിൽഡിങ്. അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാണ്. ഇവിടെ ഇരിക്കുന്നതൊക്കെ പണിക്കാരാട്ടോ, യാത്രക്കാരല്ല, പണിക്കാരാണ്. ആണ് സ്റ്റേഷൻ മാസ്റ്ററുടെയൊക്കെ ഓഫീസർ. ഇവിടെ ഓപ്പോസിറ്റ് ട്രെയിനിൽ റെഡാണ്, പക്ഷെ അവിടുന്ന് ഒരു വാപ്സൺ ഹോളിൽ ട്രെയിൻ ഓൾറെഡി കയറി വരുന്നുണ്ട്. അതാണെന്ന് തോന്നുന്നു തിരുനെൽവേലി ദാദർ എക്സ്പ്രസ്. കൊടി കാണിക്കാനൊന്നും ആരും വന്നിട്ടൊന്നുമില്ല. റോയപുരത്തിന് 39054 വാപ്പ് 7 ആണ് ലോക്കോ. ഇതാണ് വെർണയിലെ ഡീസൽ റോളിംഗ് സ്റ്റോക്ക് ഡെപ്പോ. ഇവരുടെ മറ്റേ കോച്ച് മെയിൻ്റനൻസ് റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിൾ, അതുപോലെ ഇവർക്ക് 2-3 ഡീസൽ ലോക്കോസ് ഉണ്ട്. ഇവിടെ ഒരു 36253 WDS6 അടക്കമുണ്ട്. ഇവിടെ കുറച്ച് ഡീസൽ ലോക്കോസ് ഉണ്ട്. അതുപോലെ മറ്റേ ട്രാക്ക് മെയിൻ്റനൻസ് മെഷീന്, അങ്ങനത്തെ മെയിൻ്റനൻസ് ഇവിടെയാണ് നടക്കുന്നത്. അതിനുള്ള ഡിപ്പോ ആണിത്. ഈ ടണൽ പണിയുന്ന കാലത്തും അതുപോലെ പണി കഴിഞ്ഞിട്ടും റെയിൽവേസ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാര്യം ഈ ടണലിലെ പണിയുടെ ഭാഗം ഇപ്പോൾ ടണൽ പണിതുകൊണ്ടിരുന്ന അതിൽ പല പ്രാവശ്യം കൊളാപ്സ് ആവുകയും മറ്റും ചെയ്യണം. അതിന് ലൈൻ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടും പല പ്രാവശ്യം ഇവിടെ ലൈനിനുള്ളിൽ ഈ ടണലിനുള്ളിൽ
മണ്ണിടിഞ്ഞ് വീണിട്ട് ബ്ലോക്കായിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ സുവാരി നദിയിലോട്ട് കിടക്കുകയാണ്. ഇതാണ് നദി കേട്ടോ, എന്താ വലുപ്പം കണ്ടോ, ഇതാണ് നദി. ഇത് നാഷണൽ ഹൈവേയുടെ പാലമാണ് ഈ പോകുന്നത്. ഇതാണ് സുവാരി നദിക്ക് കുറുകെയുള്ള പാലം. നമ്മൾ പാലത്തിലോട്ട് കയറിയിരിക്കുകയാണ് ഇപ്പോൾ. നല്ല കാറ്റുണ്ട്, നിവർത്തി പിടിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചാൽ കാണാം, പുതിയ റോഡ് ബ്രിഡ്ജ് കേബിൾ സ്റ്റേഡ് ആണ്. നടുക്കതുകൊണ്ടൊരു പിയർ വരുന്നില്ല. പഴയ പാലത്തിൽ നടുക്കൊരു പില്ലർ ഉണ്ടായിരുന്നു. ഇതിൽ കൂടെ അത്യാവശ്യം വലിപ്പമുള്ള വെസൽസ് പോകുന്നത്, ഫിഷിംഗ് വെസൽസും അതല്ലാണ്ട് വലിപ്പമുള്ള വെസൽസും പോകുന്നതാണ്. അതുകൊണ്ടാണ് റെയിൽവേ പാലത്തിന് ബോക്സ് ഗാർഡർ വന്നത്. അപ്പുറത്തെ റോഡ് ബ്രിഡ്ജിനും ആ പ്രശ്നം അവർ സോൾവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നുകൊണ്ടത്. സുവാരി പാലം കഴിഞ്ഞു. നമുക്കെന്നാൽ ഇനി പതുക്കെ പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാണ്ഡവി ബ്രിഡ്ജ് എത്തുമ്പോൾ നമുക്ക് തിരിച്ച് ഡോറിലേക്ക് വരാൻ കഴിയുമായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടില്ല, പക്ഷേ പത്രം എത്തി. ടൈംസ് ഓഫ് ഇന്ത്യ പണാജി വർഷം ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ വരും. കാര്യം അപ്പുറത്തെ ഇവിടെ കൊടുക്കുന്നുണ്ടു, നമുക്കുള്ള ഫുഡ് ഇപ്പോൾ വരും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്, പക്ഷേ നമ്മളെ ഒരു ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്രോസിങ് നോക്കിയിട്ട് നമുക്ക് കഴിക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കോൺഫ്ലേക്സിനുള്ള പാലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉപ്പുമാവായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു കട്ട്ലറ്റും തരാമെന്ന് പറഞ്ഞു. കട്ട്ലറ്റ് ഒരു പീസ് തരാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി. നമുക്കെന്നിപ്പോൾ ക്രോസിങ് കണ്ടേച്ച് പോകാം. അപ്പോൾ ഇതാണ് കർമാളി സ്റ്റേഷൻ. 12133 ഇപ്പോൾ വരും എന്നാണ് അനൗൺസ്മെൻറ്റ് ചെയ്തു. അപ്പുറത്തൊരു ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. അത് പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് വരും എന്നാണ് അനൗൺസ് ചെയ്യുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 2 ആണെങ്കിൽ റൈറ്റ് സൈഡിലാണ്, അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കർമാളി സ്റ്റേഷൻ. കർമാളി സ്റ്റേഷനിൽ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ കാണുന്ന ബിൽഡിങ് അതൊരു റെസ്റ്റോറൻ്റാണ്. റെസ്റ്റോറൻറ്റ് വിത്ത് അറ്റാച്ച്ഡ് ബാറാണ്. കർമ്മളിയിൽ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ റിട്ടയറിംഗ് റൂംസ് ഒക്കെ ഉണ്ട്. കർമ്മളിയാണോ തിവിമാണോ എനിക്ക് ഓർമ്മയില്ലാട്ടോ. ഏതൊരു സ്റ്റേഷനിൽ റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ട്. ഒരു പ്രാവശ്യം നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നും തങ്ങി നോക്കാൻ കണ്ടെന്നുള്ളത്. ഇപ്പോഴത്തെ സൈഡിലായിട്ടൊരു ലേക്കുണ്ട്. ഇതൊരു മറ്റേ മൈഗ്രേറ്ററി ബേർഡ്സ് വരുന്നൊരു ലേക്കാണ് എൻ്റെ അറിവിൽ. ഇപ്പോൾ നമ്മുടെ അനൗൺസ്മെൻറ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്രോസിംഗ് ഇപ്പോൾ നമ്മുടെ ഈ റൈറ്റ് സൈഡിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരും. 12133 റോക്കറ്റാണ്. മറ്റേ മുംബൈ CSMT മംഗളൂരു ജംഗ്ഷൻ എക്സ്പ്രസ് സൂപ്പർ ഫാസ്റ്റ്. അത് റോക്കറ്റ് വരുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, നമ്മൾ മെയിൻ ലൈനിൽ കൊണ്ടുവന്നിട്ട് താങ്ക്സ് പറയണം. കാര്യം അപ്പുറത്തെ പ്ലാറ്റ്ഫോം ലൈനിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്കലത്തെ ഫ്രൈറ്റായിരുന്നു നമുക്ക് ക്രോസിംഗ് പിടിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ആയതുകൊണ്ടാണ് നമുക്ക് ക്രോസിംഗ് കിട്ടുന്നത്. ഭുസാവലിലെ വാബ് 4 ആണ് 22913. നമുക്കൊരു പ്രാവശ്യം ഈ വണ്ടിക്ക് ഒരു end-to-end ട്രിപ്പ് അടിക്കണം. പറ്റി നമുക്ക് മൺസൂണിൽ തന്നെ അടിക്കാം. ഈ വർഷത്തെ ഇപ്പോൾ മൺസൂൺ തീരാറായി. മൺസൂൺ അടിക്കാൻ പറഞ്ഞെങ്കിലും ഈ വർഷത്തെ മൺസൂണിൽ നടക്കുന്നു.
മുറ്റത്തെത്തി, മംഗളൂരു എക്സ്പ്രസ് എത്തി. അപ്പം നമ്മളിപ്പോൾ ഉടനെ ഇവിടുന്ന് പുറപ്പെടുന്നു വിചാരിക്കുന്നു. പുറപ്പെടാണ്ടിരിക്കുക ചേട്ടാ, ഞാൻ പോയി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈമറി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പോകും. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ട്രെയിനിൽ പ്രിപ്പയർ ചെയ്താണെന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ അതിൻ്റെ കൂടുതൽ കോൺഫ്ലേക്സ് ഉണ്ട്, അതിനുള്ള പാലുണ്ട്. ഇതാണ് അതിനുള്ള പാല്. പിന്നെ അത് കഴിക്കാനൊരു നല്ല ബൗളും സ്പൂണും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ചായക്കും കൂടി ഇത് തന്നെയാണ് പാല്. കാര്യം ഇവിടെ ടീ ബാഗ് തന്നിട്ടുണ്ട്, ടീ മറ്റേ പൊടിയില്ല. നന്നായി ഇപ്പോൾ പാലിലുള്ള ചായ കുടിക്കാം. പിന്നെ നമുക്ക് ബട്ടറുണ്ട്, പിന്നെ അതുപോലെ മിക്സഡ് ഫ്രൂട്ട് ജാമുണ്ട്. മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡുണ്ട്, 2 സ്ലൈസ് വൈറ്റ് ബ്രെഡുണ്ട്. സാധാരണഗതിയിൽ ഡൽഹിയിൽ നിന്നൊക്കെ പുറപ്പെടുമ്പോൾ ബ്രൗൺ ബ്രെഡ് കണ്ടിട്ടില്ല, ഇവിടുത്തെ എന്തായാലും വൈറ്റ് ബ്രെഡാണ്. പിന്നെ അതുകൂടാതെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ട്. പിന്നെ നമ്മൾ ചോദിച്ച എക്സ്ട്രാ ആയിട്ട് ചോദിച്ച കട്ട്ലറ്റ് ഉണ്ട്. ഞാൻ എക്സ്ട്രാ ആയിട്ട് ചോദിച്ചതാണ്. അതായത് നമുക്കിനകത്ത് ഫുഡ് എത്ര പ്രാവശ്യം വേണമെങ്കിൽ റീഫിൽ ചെയ്യും കേട്ടോ. 2 കട്ട്ലറ്റ്, ഞാൻ ഒരെണ്ണം ചോദിച്ചാൽ 2 കട്ട്ലറ്റും അതിനൂടെ വെജീസും തന്നിട്ടുണ്ട്. നമുക്കിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് എത്ര പ്രാവശ്യം വേണമെങ്കിലും റീഫിൽ ചെയ്യാം ഫുഡ്. അതായത് നമുക്ക് കൊണ്ടുവന്ന് തരുന്ന ക്വാണ്ടിറ്റി മാത്രമല്ല, വീണ്ടും വേണമെങ്കിൽ വീണ്ടും കൊണ്ടുവന്നവർ സെർവ് ചെയ്യും. ഇപ്പോൾ വേണ്ട. അപ്പോൾ നമുക്ക് നീ ഉപ്പാവിൻ്റെ ടേസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ടേസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ഉണ്ടെന്നാണ്. ഉപ്പ് കൊള്ളാം, കുറച്ച് ഉപ്പ് കുറവാണ് അതിന്. ബട്ട് അതർവൈസ് തക്കാളി, സവാള ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. പച്ചമുളകുണ്ട്, ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. नहीं जी, कटलेट मिल गया था ना? हाँ मिल गया वो अपना लंच क्या रहेगा? लंच में वेज ही रहेगा. चाहिए थोड़ा तीखा कम कर दो. वो बिना मिर्ची लिख देता हूँ. बिना मिर्ची नहीं, मिर्ची रहने दो, लेकिन थोड़ा तीखा कम. कब? ഫുഡ് ഇതാണ്. ഉച്ചക്കലത്തെ ഓർഡർ എടുത്തു പോയി. ഇപ്പോൾ നമുക്കൊന്ന് നമ്മുടെ കട്ട്ലറ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാം. കട്ട്ലറ്റിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാം. കട്ട്ലറ്റ് കുറച്ച് സോഗി ആയി പോയിട്ടുണ്ട്. നല്ല കൊള്ളാം. അത് കുറച്ച് സോഗയായി പോയി. സംഭവം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. സോഗ എല്ലാവരും സൂപ്പറാണ്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ക്രോസിങ്ങിന് പിടിച്ചിരിക്കുകയാണ്. മഴ ചാറുന്നുണ്ട്. ഇത് സാവന്ത്വാടി റോഡ് സ്റ്റേഷനാണ്. ഇവിടെ ഒരു ഡബിൾ ഡിസ്ചാർജ് പ്ലാറ്റ്ഫോമാണുള്ളത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഒരുപാട് യാത്രക്കാരും വെയിറ്റ് ചെയ്യുന്ന കാണാം. എനിക്കൊന്ന് ഇവിടെ സ്റ്റോപ്പുള്ള ഏതോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരി യാത്രക്കാരുണ്ട് അവിടെ. ഇതാണ് സാവന്ത്വാടി റോഡ് സ്റ്റേഷൻ. ഇതാണ് സാവന്ത്വാടി സ്റ്റേഷൻ്റെ മറ്റേ സൈഡ്. ഇവിടെ 2 ലൂപ്പ് ലൈനും കൂടെ ഉണ്ട്. ഒരു സാധാരണ ലൂപ്പ് ലൈനും ഒരു പ്ലാറ്റ്ഫോമുള്ള ലൂപ്പ് ലൈനും. ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ യാത്രക്കാരെ കാര്യമായിട്ടൊന്നും കാണാനില്ല. പിന്നെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇവിടെ സ്റ്റോപ്പുള്ള ഏതോ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കല്യാൺ ഷെഡിൻ്റെ 21932 ആണ് ലൂപ്പ്. ഹോളിഡേ സ്പെഷ്യൽ ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ സാവന്ത്വാടി. ആരുമില്ല, സെക്കൻഡ് ക്ലാസ്സുകൾ കാലിയാണ്. അപ്പോൾ നമ്മളങ്ങനെ സാവന്ത്വാടി റോഡിൽ നിന്ന് പുറപ്പെട്ടു. നമുക്കിനിയിപ്പോൾ കൊങ്കൺ കന്യ ക്രോസ് ചെയ്യാനുണ്ട്. അതിപ്പോൾ നമ്മൾ നിൽക്കുമോ അവൻ നിൽക്കുമോ എന്നുള്ള അറിയില്ല. ഞാനിതെല്ലാം കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പോകുന്നു നമ്മുടെ യാത്ര? നമ്മുടെ ഇതുള്ള വീഡിയോ ഒക്കെ അടിപൊളിയായിട്ടല്ലേ? നമ്മുടെ കൊറിഡോറിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത വരുന്നു. ജസ്റ്റ് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ വീടാണല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ വീട് പോലെ തന്നെയാണ്. നല്ല സുഖമുള്ള ബർത്താണ്. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ബെഡ്ഷീറ്റൊന്നും മടക്കൊന്നും വെച്ചിട്ടില്ല. നല്ല സുഖമാണ്, നല്ല വീതിയുണ്ട് ഈ ബർത്തിന്. നല്ല സുഖമായിരുന്നു ഉറങ്ങാൻ. നന്നായിട്ട് ഞാൻ ഉറങ്ങി ഇന്നലെ രാത്രി. ഇതാണ് ഝാരപ്പ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ബിൽഡിംഗ് ഇവിടെ തന്നെയാണ്. ഇത് വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമുള്ളൊരു സ്റ്റേഷനല്ല, സാധാരണ ഒരു കൊങ്കൺ റെയിൽവേ സ്റ്റേഷൻ അത്രേ ഉള്ളൂ. ഓപ്പോസിറ്റ് ലൈനിൽ വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓൾറെഡി. നമ്മൾ ക്രോസ് ചെയ്യുന്ന വണ്ടി ഇതാ കയറി വരുന്നുണ്ട്. വഡോദരയുടെ 3735 മലയാളം തിരുവനന്തപുരം എക്സ്പ്രസ്.
ജാരപ്പ സ്റ്റേഷനിൽ ഇപ്പുറത്തെ സൈഡിലൊരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ. അതിലെന്തോ മറ്റേ ലാൻഡ് മൂവർ കൊണ്ടുവന്ന് അവരെന്തൊക്കെയോ ചെയ്യുന്നൊക്കെ ഉണ്ട്. എന്താ ഉദ്ദേശം എന്നറിയില്ല. നല്ല വീതിയുണ്ട് പ്ലാറ്റ്ഫോമിന്. അപ്പോൾ എന്തോ പണിയാണ് അവർ. എന്താ പണിയെന്ന് മനസ്സിലായില്ല. ഇനി അല്ല ഗുഡ്സ് അൺലോഡിങ്ങിനുള്ള ഫെസിലിറ്റി ആണോ എന്നറിയില്ല. കാര്യം ഇങ്ങോട്ട് നീണ്ട് നിവർന്നാണ് പണി വരുന്നത്. നല്ല നീളത്തിലാണ് പണിയുന്നത്. ചിലപ്പോൾ ഗുഡ്സ് അൺലോഡിങ്ങിനുള്ള ഫെസിലിറ്റി വല്ലതൊക്കെ ആയിരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ ജാരപ്പ സ്റ്റേഷനിൽ നിന്ന് ക്രോസിങ് കഴിഞ്ഞ് തിരിച്ച് മെയിൻ ലൈനിലേക്ക് ഇറങ്ങി. ഇനി നമുക്ക് അടുത്ത ക്രോസിങ് വരുമ്പോൾ കാണാം. നമ്മുടെ സ്റ്റോപ്പിന് രത്നഗിരിയിൽ മാത്രമാണ്. നമുക്ക് രത്നഗിരി വരെ നമുക്ക് വേറെ സ്റ്റോപ്പ് ഒന്നുമില്ല. നമ്മൾ മടുകാം വിട്ട പിന്നെ രത്നഗിരി വിട്ട പിന്നെ പൻവേൽ, അതിനിടയ്ക്ക് വേറെ സ്റ്റോപ്സ് ഒന്നുമില്ല രാജധാനിക്ക്. നല്ല പക്ക റണ്ണിങ് ആണ്. ഇത് നമ്മൾ വീണ്ടും ലൂപ്പിൽ കയറി. ഇത് കുടാൾ സ്റ്റേഷൻ്റെ ലൂപ്പാണ്. കുടാൾ ഞാൻ ചെറുതായിട്ടൊന്ന് തലവേദനിച്ചിട്ട് ഒരു 10 മിനിറ്റ് കിടക്കാമല്ലോ എന്ന് വെച്ച് പോയി കിടന്നതാണ്. മുഖമൊക്കെ കഴുകിയിട്ട് മരുന്ന് കഴിച്ചിട്ട് കിടന്നതാണ്. അപ്പോഴേക്കും വണ്ടി അടുത്ത ലൂപ്പിൽ കയറി. എനിക്ക് ആക്ച്വലി കൺകവലി സ്റ്റേഷൻ തൊട്ട് മുമ്പായിട്ടൊരു പാലമുണ്ട്, ഒരു പുഴയുണ്ട്. അതൊന്ന് ക്യാപ്ചർ ചെയ്താൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. കാരണം കഴിഞ്ഞ 1-2 യാത്രയായിട്ട് നമുക്കത് മിസ്സാവുന്നു. പിന്നെ ഫ്രണ്ടിൽ ജനറേറ്റർ ഓണാക്കി. നമ്മുടെ പുക വിടുന്നുണ്ടോ? HOGക്ക് വല്ല കുഴപ്പമുണ്ടാവോ? അതിന് ജസ്റ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടി ഓൺ ചെയ്തായിരിക്കും ചിലപ്പോൾ. ആ പുക ഉണ്ടോ? ഭുസാവൽ ഷെഡിൻ്റെ 2203 ബാക്ക് 4 ആണ് ലോക്കോ. അപ്പോൾ CSMT മഡ്ഗാവ് കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ്. ഈ വണ്ടിയിലോട്ട് ഇവിടുന്ന് അത്യാവശ്യം കയറാൻ യാത്രക്കാരുണ്ട്. എനിക്കൊന്ന് ഗോവ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാരായിരിക്കണം. 2 AC എക്കണോമി ഉണ്ടായിരുന്നു, 4 AC 3 tier ഉണ്ട്. ഇത് കൊങ്കൺ റെയിൽവേ ഓൺഡ് ട്രെയിനാണ്. മഴയാണ്. കൊങ്കൺ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമുകളുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമാണ്, അതുകൊണ്ട് ഇങ്ങനെ എന്ന് വിചാരിക്കേണ്ട. എല്ലാ പ്ലാറ്റ്ഫോമുകളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വെള്ളക്കെട്ടായിരുന്നു. അപ്പോൾ നമ്മളത് അങ്ങനെ ക്രോസിങ് കഴിഞ്ഞ് കുടാളിൽ നിന്ന് പുറപ്പെട്ടു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കൺകവലി സ്റ്റേഷൻ. കൺകവലിയിൽ ആ പുഴ എന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ക്രോസിങ്സ് വല്ലതുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ സ്പെഷ്യലി ഗണപതി സീസൺ ആയതുകൊണ്ട് സ്പെഷ്യൽസ് കുറേ ഓടുന്നുണ്ട്. ഞാനിങ്ങനെ വേരസ്മ ട്രെയിനിൽ കാണുന്ന നോക്കുന്നുണ്ട്. ഒരു സ്പെഷ്യലും കൂടി വരാനുണ്ടെന്നാണ് കാണിക്കുന്നത്. അതല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. കൊങ്കൺ റെയിൽവേ പക്ഷേ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഉപകാരം എന്ന് പറഞ്ഞാൽ കൊങ്കൺ റെയിൽവേയുടെ സ്വന്തം ട്രെയിൻ ട്രാക്കിംഗ് വെബ്സൈറ്റ് ഉണ്ട്. അത് കയറി കഴിഞ്ഞാൽ എല്ലാ ട്രെയിനും കാണാം. അതാണ് ഏറ്റവും സൗകര്യം. ഇതാണ് ഞാൻ പിടിക്കണം എന്ന് പറഞ്ഞ പുഴ. ഗഡ് റിവർ എന്നാണ് എൻ്റെ പേര്, ഗഡ് നദി. നമ്മുടെ സമ്മറിൽ നമ്മുടെ പാറക്കല്ല് മാത്രമായിരുന്നു, ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇതാണ് കൺകവളി സ്റ്റേഷൻ. കൺകവളി നമുക്ക് സിഗ്നൽ കിട്ടിയത്, പച്ച ഫ്ലാഗ് കാണിക്കുന്നുണ്ട്. ലൂപ്പിൽ കയറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല, ലൂപ്പ് മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോം ഇപ്പുറത്തെ സൈഡിലാണ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. നന്ദ്ഗാവ് റോഡ് എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ്, നന്ദ്ഗാവ് റോഡ്. ഇവിടെ സ്റ്റോപ്പുള്ള ഏതോ വണ്ടിയാണ് വരുന്നത്. കാരണം അവിടെ യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നും ICF റേക്ക് വെച്ച് ഓടുന്ന റെഗുലർ സർവീസ് എനിക്കൊന്ന് കൊങ്കൺ റെയിൽവേയിലെ
റെഗുലർ ട്രെയിനുകളിൽ ICF ബ്രേക്ക് ഉപയോഗിച്ച് ഓടുന്ന അവസാനത്തെ വണ്ടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ്. കല്യാൺ ഷെഡിൻ്റെ 40276. ഇതാണ് ദാദർ സാവന്ത്വാടി റോഡ് തുത്താരി എക്സ്പ്രസ്. നമ്മളെ വീണ്ടും ലൂപ്പ് ലൈനിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇവിടെ സ്ഥലം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ഇതേ സ്ഥലം വൈഭവവാടി റോഡ് സ്റ്റേഷൻ. നമുക്കെന്നാ ഡോറിൻ്റെ അടുത്തോട്ട് പോവാം. നമുക്ക് അടുത്ത ക്രോസിംഗ് പിടിക്കാം. അപ്പം നമ്മളങ്ങനെ വൈഭവവാടി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ എത്തി. വൈഭവവാടി റോഡ് എന്ന സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ക്രോസിംഗ് ആണ് തീർച്ചയായിട്ടും. ഓപ്പോസിറ്റ് ലൈനിലൊരു വണ്ടി വരുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി അവിടെ സ്റ്റാർട്ടർ റെഡും അഡ്വാൻസ്ഡ് പച്ചയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് രാവിലത്തെ പോലെ സ്റ്റാഫിനെ കയറ്റാൻ വേണ്ടി വണ്ടി നിർത്താനുള്ള ഉദ്ദേശമാണോ എന്നറിയില്ല കേട്ടോ. ഒരു വാപ്പ് 7 ഹോളിൻ്റെ ട്രെയിനാണ് വരുന്നത്. $39,056 കല്യാൺ ഷെഡിൻ്റെ. ലോക്മാന്യ തിലക് ടെർമിനസ് മഡ്ഗാവ് എക്സ്പ്രസ്. സ്റ്റാർട്ടർ ഇപ്പോൾ പച്ചയായിട്ടോ. ഇത് പഴയ ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആണ്. പണ്ട് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിരുന്നു. പിന്നീട് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് മാറ്റിയിട്ട് സാധാരണ എക്സ്പ്രസ് ആക്കിയാണ്. ഇത് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് ആയിരുന്ന കാലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, പഴയ വീഡിയോസ്. അപ്പോൾ വണ്ടി ഒരു ടണലിൽ നിന്ന് ഇറങ്ങി വന്നത്. അപ്പുറത്തൊരു ടണലുണ്ട്. ടണലിൽ നിന്ന് ഇറങ്ങി വന്ന് അടുത്ത സിഗ്നലിൽ വന്ന് നിന്നു. അപ്പോൾ കുറച്ച് കോച്ചുകൾ ടണലിനുള്ളിലായിരിക്കും ഇപ്പം. ഇത് ഹോം സിഗ്നലാണ്. രാജാപൂർ റോഡ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് ലൈനിലൊരു ട്രെയിൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മീൻസ് ഓപ്പോസിറ്റ് സ്റ്റേഷനുള്ളിലോട്ട് ട്രെയിൻ കയറുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അവിടെ ഒരു അനക്കം കാണുന്നത് തോന്നുന്നുണ്ട്. ക്രോസിംഗ് ആയിരിക്കണം. കാര്യം ഒരു സാവന്ത്വാടി റോഡ് സ്പെഷ്യലിന് നമ്മൾ ക്രോസ് ചെയ്യാനുണ്ട്. എനിക്ക് സംഭവം ഇപ്പോഴാണ് കത്തിയത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഒരു ട്രെയിൻ കൂടി. ഇപ്പോഴും ഒരു ട്രെയിൻ ഇപ്പുറത്തെ ലൂപ്പിൽ, ലെഫ്റ്റ് സൈഡിലെ ലൂപ്പിൽ നിൽക്കുന്നത്, റൈറ്റ് സൈഡിലെ ലൂപ്പിലോട്ട് ഒരു ട്രെയിൻ കയറിയും വരുന്നുണ്ട്. അപ്പോൾ ഒരു ഓവർടേക്ക് കം ക്രോസിംഗ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ടണലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ട്. മിക്കവാറും ഇത് ഇവിടുത്തെ ട്രാക്ക് മെയിൻറ്റെയിനർ ആയിരിക്കും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു വാഗൺ ഹോളിൻ്റെ ട്രെയിനാണ്. ഞാൻ പറഞ്ഞ പോലെ സിന്ധുദുർഗ് സാവന്ത്വാടി സ്പെഷ്യൽ ആവാനാണ് സാധ്യത. 41812 അഗത്തി പോയിട്ട് നോക്കുവാണ്. CSMT സാവന്ത്വാടി സ്പെഷ്യൽ. അപ്പുറത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഓവർടേക്കും ഉണ്ട്. ഇത് സാവന്ത്വാടി സിന്ധുദുർഗ് എക്സ്പ്രസ് ആണ്. WCAM3 ലോക്കോ. 21957 ആയിരുന്നു ലോക്കോ. അപ്പോൾ ഇവൻ കുറച്ച് നേരമായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവനെ നമ്മളങ്ങനെ ഫൈനലി ഓവർടേക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ലഞ്ച് സമയം ആവാറായി എന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ കോച്ചിലെ വെൻഡർ
നമ്മുടെ സൂപ്പ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. സൂപ്പ് ട്രെയിൽ എന്തൊക്കെയുള്ളത്? സൂപ്പ് ട്രെയിലുള്ളത് ചിങ്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടൊമാറ്റോ സൂപ്പ്. നമ്മൾ ഇന്നലെ കിട്ടിയ അതേ സാധനം തന്നെയാണ്. ഇനി വേറെ വല്ല ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം നാളത്തേക്കെങ്കിലും. പിന്നെ ഉപ്പും കുരുമുളകുണ്ട്. പിന്നെ സൂപ്പ് സ്റ്റിക്കുണ്ട്, മീൽസ് ഓൺ വീൽസ്. ഇത് ഭരോസ പുരാണ സ്വാദ്നയ സൂപ്പ് സ്റ്റിക്കുണ്ട്, 2 സൂപ്പ് സ്റ്റിക്കുണ്ട്. അപ്പോൾ അതേപോലെ ഇത് മൊരാദാബാദിലുള്ളൊരു കമ്പനിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വെർക്കയുടെ ബട്ടറുണ്ട്. വെർക്ക എനിക്കൊന്ന് പഞ്ചാബിലുള്ള ബ്രാൻഡാണെന്ന് തോന്നുന്നു, നോട്ട് വെരി ഷുവർ. പിന്നെ ഓഫ് കോഴ്സ് കട്ട്ലറി ഉണ്ട്. പിന്നെ നമ്മുടെ ചൂടുവെള്ളമുണ്ട്. അതിനൊക്കെ നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്ത് പോയി, കണ്ടിട്ടേ ഉണ്ടാവില്ല അല്ലേ. നമുക്ക് തൊട്ട് മുന്നിലായിട്ട് മറ്റേ മാംഗ്ലൂർ ഉദ്ന സ്പെഷ്യൽ പോയിട്ടുണ്ട്. ഇനി അവൻ സെക്ഷൻ ക്ലിയർ ആയിട്ടെത്തുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഇനി മുമ്പിലത്തെ സെക്ഷൻ അടവളിയിൽ നമ്മളൊന്ന് നിർത്തിയെടുത്തായിരുന്നു. അപ്പോൾ നമ്മൾ സൂപ്പ് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് മിസ്സായി. അതൊക്കെയാണല്ലോ. നമ്മളങ്ങനെ റൈറ്റ് സൈഡിലത്തെ ലൂപ്പിലേക്ക് കയറി. ലെഫ്റ്റ് സൈഡിലത്തെ ലൂപ്പിൽ ഓൾറെഡി ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ലൂപ്പിൽ ഓൾറെഡി ഒരു വണ്ടി നിൽക്കുന്നുണ്ട്. നമ്മളും കൂടെ ആ ലൂപ്പിലോട്ടും കയറാൻ പോവാം. ഇപ്പോഴത്തെ ഒരു ലൂപ്പും കൂടെ ഉണ്ട്, അതിനൊരു ഫ്രൈറ്റും കൂടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഈ ലൂപ്പിൽ കിടക്കുന്നത് മംഗളൂരു ഉദ്ന സ്പെഷ്യലാണ്. ശ്രദ്ധിച്ചെങ്കിൽ എസ് പോലെ വളഞ്ഞ് തിരിഞ്ഞാണ് ഈ സ്റ്റേഷൻ്റെ ലൂപ്പ് കിടക്കുന്നത്. അവിടെയായിട്ടാണ് സ്റ്റേഷൻ ബിൽഡിങ്. ആ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്താണ് സ്റ്റേഷൻ ബിൽഡിങ്. നേരത്തെ കാണിച്ച ഫ്രൈറ്റാണ് കിടക്കുന്നത്. അത് ആ ലൂപ്പ് ലൈനിനകത്തോട്ട് പോകും. അതിനകത്തായിരുന്നു ശരിക്കും പഴയ സ്റ്റേഷൻ. അത് പിന്നെ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്താണ് അവർ. അപ്പുറത്ത് സെക്കൻഡ് ഡേസിലെ ഫുഡ് സെറ്റ് ചെയ്ത് തുടങ്ങിയവർ. ഈ രാജധാനി കോച്ചുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. രാജധാനി കോച്ചുകൾ നമ്മുടെ സാധാരണ ട്രെയിനിൻ്റെ കോച്ചുകൾ പോലെയല്ല. അതിന് ഹോട്ട് കേസ് ഉണ്ടാവും എല്ലാ കമ്പാർട്ട്മെൻറ്റിലും. ഫസ്റ്റ് എ സിക്കില്ല, ഈ കമ്പാർട്ട്മെൻറ്റിൽ ഹോട്ട് കേസ് ഉണ്ടാവും. പിന്നെ നല്ല സെക്കൻഡ് എ സിയിൽ, തേർഡ് എ സിയിലൊക്കെ ഇതുപോലെ ഹോട്ട് കേസ് ഉണ്ടാവും. ഇതിനകത്താണ് ഭക്ഷണം ചൂടായിട്ട് വെക്കുന്നവർ. ഇത് രാജധാനി കോച്ചുകളിൽ എല്ലാത്തിനകത്തും ഇതുണ്ടാവും. നല്ല അടിപൊളി മഴയായി. ജനശതാബ്ദി പുണേ ഷെഡിൻ്റെ പുത്തൻ ലോക്കമായിരുന്നു. അങ്ങനെ സിഗ്നലായി. ആർക്കെന്നുള്ള സംശയം വേണ്ട, നമുക്ക് തന്നെ. രാജധാനി എക്സ്പ്രസ് ആണ് അപ്പുറത്ത് കിടക്കുന്നത്, സ്പെഷ്യൽ ട്രെയിനാണ്. അപ്പോൾ പിന്നെ എന്തായാലും രാജധാനിയെ പിടിച്ചിട്ട് സ്പെഷ്യൽ ട്രെയിനിന് മുന്നിലോട്ടില്ലല്ലോ. അപ്പോൾ അതാണ് ഉദ്ന സ്പെഷ്യൽ. മംഗളൂരു ഉദ്ന സ്പെഷ്യലാണ് കിടക്കുന്നത്. ഒരു വാഗ്നാനാണ്, 41436 ആണ് ലോക്കോ, വൽസാഡിൻ്റെ. നല്ല കടും പച്ച കളറാണ്, റീപെയിൻറ്റഡ് ആണെന്ന് തോന്നുന്നു. കടും പച്ച കളറിലാണ് റീപെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ വാഗണൈൻ്റെ സാധാരണ പച്ചയല്ല, ഒരു പ്രത്യേകതരം പുതിയ തരം പച്ചയാണ്. അപ്പോൾ അവനെ നമ്മൾ തേച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഓവർടേക്കാണ്. ആക്ച്വലി ഇത് നമുക്ക് മുന്നേ തന്നെ ബോംബെ എത്തേണ്ട വണ്ടിയാണ്. ഇത് ശരിക്കും വൈകുന്നേരം 4 മണിക്ക് എങ്ങാണ്ട് പനവേൽ എത്തേണ്ട വണ്ടിയാണിത്. ഇപ്പോൾ നല്ലോണം ലേറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ചിലപ്പോൾ ഇൻകമിങ് ട്രിപ്പ് ലേറ്റായിട്ടായിരിക്കും വന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫ്രൈറ്റിന് ലോക്കോ ഉണ്ടായിരുന്നു. ഗുത്തി ഷെഡിൻ്റെ 34107 ആയിരുന്നു ലോക്കോ. നമ്മളങ്ങനെ നിവാസർ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. ഇനി അങ്ങോട്ട് രത്നഗിരി വരെയുള്ള സ്ട്രെച്ചാണ് ഈ റൂട്ടിലെ ഏറ്റവും മനോഹരമായ സ്ട്രെച്ചുകളൊന്ന്.
നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അത്ര ഡീറ്റെയിൽ ഉണ്ടാവും എനിക്കറിയില്ല. അപ്പം നമ്മളങ്ങനെ നിവാസർ കഴിഞ്ഞിട്ടുള്ള ഒരു ടണലിലാണ്. ഈ ടണലുകളും അതുപോലെ മറ്റേ വയഡക്റ്റുകളുടെ ഒരു സീരീസാണ് ഇനി വരാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഫുഡ് ഇതുവരെ വന്നിട്ടില്ല. ഫസ്റ്റ് സ്റ്റേജിലെ ഫുഡ് കുറച്ച് നേരത്തെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അതിന് ട്രേ സെറ്റ് ചെയ്ത് കൊണ്ടുവരണമല്ലോ. ഫുഡ് ഇതുവരെ സെർവ് ചെയ്തില്ല. ഇപ്പോഴത്തെ സെക്കൻഡ് എ സിയിൽ തേർഡ് എ സിയിലൊക്കെ ഫുഡ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് എ സി കൊടുക്കുന്നുണ്ട്, അപ്പോൾ തേർഡ് എ സിയിൽ കൊടുത്തിട്ടുണ്ടാവും. കാരണം സാധാരണ ഇതിൽ ഫസ്റ്റ് എ സിയുടെ ഫുഡ് പാൻട്രിക്കാണ് പ്രിപ്പയർ ചെയ്യും. സെക്കൻഡ് എ സിയും തേർഡ് എ സിക്കുള്ള ഫുഡ് സ്റ്റേഷനിൽ നിന്ന് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വരുന്നതിന് ഡിലേ ആയിരിക്കും. പിന്നെ ഞാനിന്ന് എൻ്റെ ഫുഡ് കുറച്ച് എരിവ് കുറച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ, കാര്യം ഇന്നലെ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് കുറച്ചൊന്ന് എരിവ് കുറച്ച് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കൊണ്ടുവരാമെന്നുണ്ട്. അത് എഴുതി എടുത്തുകൊണ്ട് പോയായിരുന്നു. അങ്ങനെ കൊണ്ടുവരാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡാണിപ്പോൾ. കണ്ടോ, നല്ല പൊക്കത്തിൽ കൂടെയാണ് ഈ ട്രാക്ക് പോകുന്നത്. വയഡക്റ്റാണ്. അങ്ങ് ദൂരെ ഒരു പുഴ ഒഴുകുന്ന കാണാൻ പറ്റുന്നുണ്ടാവും. മഴ പെയ്യുന്നുണ്ട് ആക്ച്വലി, അതുകൊണ്ടാണ് പുറത്തോട്ട് പിടിക്കാത്തത്. കണ്ടോ, നല്ല പൊക്കമാണ്. നല്ല പൊക്കത്തിൽ നമ്മൾ പോകുന്നത്. അങ്ങ് ദൂരെ ഒരു പുഴയുണ്ട്. അടുത്ത വയഡക്റ്റ് എത്തി. അങ്ങ് ദൂരെ പുഴ കണ്ടോ. പുഴയിലൊക്കെ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞു. നമ്മൾ കഴിഞ്ഞ യാത്രയെ വന്ന് വെച്ച് നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട്. മഴ സഡനായിട്ട് അങ്ങ് ശക്തി പിടിച്ചു. മഴയുണ്ട്, വെയിലുണ്ട്. ഇതാണ് പാൻവൽ സേതു, പാൻവൽ വയഡക്റ്റ്. കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും പൊക്കം കൂടിയ പാലം ഇതാണ്. അതായത് നമ്മുടെ മറ്റേ ചെനാബ് നദിയുടെ ഒക്കെ പാലം വരുന്നവരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പൊക്കം കൂടിയൊരു പാലമായിരുന്നു ഒരുപാട് കാലം. താഴെ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഒരുപാട് നീളമൊന്നുമില്ല, ഇതിന് നീളം വളരെ കുറവാണ്. പക്ഷേ ഭയങ്കര വിൻഡി ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ അനിമോമീറ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അനിമോമീറ്റർ അപ്പുറത്തെ സൈഡിലാണ്. അനിമോമീറ്റേഴ്സ് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവർ ഇത് നോക്കും, എയർ വെലോസിറ്റിയൊക്കെ നോക്കും. അപ്പോൾ ഇത് കഴിഞ്ഞാണ് കോമേന്തി വയഡക്റ്റ്. കോമേന്തി വയഡക്റ്റും പാൻവേൽ പോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു വയഡക്റ്റാണ്. പക്ഷെ അത്രയ്ക്കൊരു ഇതില്ല ഇതിന്. കാര്യം അതിന് താഴെ നല്ലൊരു പുഴയുണ്ടായിരുന്നു. ഇതിനും പുഴയുണ്ട്, കണ്ടോ, വെള്ളം പോകുന്നുണ്ട്. നല്ല ഭംഗിയില്ലേ. ഇത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രത്നഗിരിയിലോട്ട് നമ്മൾ കയറാൻ പോയി. രത്നഗിരി ഹോം സിഗ്നൽ അങ്ങ് ദൂരെ കാണാം. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്കാണ് തോന്നുന്നു പോകുന്നത്. അതെ, ലെഫ്റ്റിലോട്ടാണ് റൂട്ട് ഇൻഡിക്കേറ്റർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഫിഷ് ഓയിൽ പ്രോസസ് ചെയ്യുന്ന ഫാക്ടറിയാണ്. ഫിഷ് ഓയിലിൻ്റെ TJ മറൈൻ പ്രൊഡക്ട്സ് ലിമിറ്റഡ് എന്ന ഫിഷ് ഓയിൽ പ്രോസസിങ് ഫാക്ടറിയാണ്. ഭയങ്കര സ്മെല്ല്. അപ്പോൾ നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 2-ലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. പ്ലാറ്റ്ഫോം നമ്പർ 1 എന്തോ റിനോവേഷൻ വർക്കിന് എന്തോ വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഒരു ട്വിൻ WDG4 പുണെ ഷെഡിൻ്റെ 70397 ലീഡിങ് സ്റ്റേബിൾ ചെയ്തിരിക്കുകയാണ്. അവിടെ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് രത്നഗിരി സ്റ്റേഷനിലോട്ട് പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ദുരന്തം വന്നപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു, ഭീകര മഴയായിരുന്നു. ഇവിടുന്ന് പുതിയ ഗാർഡ് കയറും. സെൻട്രൽ റെയിൽവേയുടെ സ്റ്റാഫാണ് ഇവിടുന്ന് കയറുക. ഇത്രയും നേരം ട്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന മൊത്തം നമ്മുടെ കൊങ്കൺ റെയിൽവേ സ്റ്റാഫായിരുന്നു. ഇവിടുന്ന് കയറുന്നത് CRൻ്റെ സ്റ്റാഫാണ്. ഗാർഡിൻ്റെ ബോക്സിനുള്ള CSMT എഴുതിയിരുന്നത്. അപ്പോൾ CSMT ബേസ്ഡ് ക്രൂ ആണ് ഇവിടെ നമ്മൾ ഈ ട്രെയിൻ എടുക്കുക. പക്ഷേ പുള്ളിക്കാരൻ ഈ ട്രെയിന് വസൈയിലേക്കാണ് വർക്ക് ചെയ്യുക, വസൈ റോഡിലേക്കാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ വസൈ റോഡിൽ നിന്ന് പിന്നെ ലോക്കൽ ട്രെയിൻ അവർ തിരിച്ചു പോയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രെയിൻ എടുക്കുമായിരിക്കും. അങ്ങനെ നമ്മൾ രത്നഗിരി എത്തി. കാണുന്ന തിരക്കൊന്നും നമുക്കുള്ളതല്ല കേട്ടോ. ഈ കാണുന്ന തിരക്ക് നമുക്കാണെന്ന് വിചാരിക്കേണ്ട. ഈ കാണുന്ന തിരക്കിൽ കുറച്ച് പേര് ഈ വണ്ടിയിലോട്ട് കയറുമായിരിക്കും. പക്ഷേ തിരക്ക് മെജോറിറ്റി പോകുന്ന പുറകിൽ വരുന്ന ഡിവ പാസഞ്ചറിനൊക്കെ ഉള്ളതാണ്. മണി 1:15 നമ്മൾ രത്നഗിരിയിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് പോയി നമ്മുടെ ഫുഡ് കഴിച്ചേക്കാം. ആ ഫുഡിന് തണുത്ത് പോകണ്ട. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വെള്ളം തീരാറായിരുന്നു. ഞാൻ പറഞ്ഞപ്പോൾ വാട്ടർ ബോട്ടിലും കൊണ്ടുവന്ന് വെച്ചിട്ട് പോയി. വാട്ടർ ബോട്ടിലും കൊണ്ടുവന്ന് വെച്ചു. ഫുഡ് വന്നിട്ടുണ്ട്. നമ്മൾ രത്നഗിരിയിൽ നിന്ന് പുറപ്പെടുക എന്നൊരു അനൗൺസ്മെൻറ്റ് വന്നു. നമുക്ക് പെട്ടെന്ന് ഈ ഫുഡൊന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിലുള്ളത്. അപ്പോൾ ലഞ്ചിൽ ദാളുണ്ട്. ഇതിനകത്തൊരു കാര്യം ഞാൻ പറയുന്നത്, സ്പൂൺ തരും കേട്ടോ, പ്രോപ്പറല്ല. ഇതിൽ ദാളുണ്ട്, പനീർ കറി ഉണ്ട്, നല്ല എണ്ണ, നല്ലോണം പനീർ ഇട്ടുണ്ട് കേട്ടോ, നല്ലോണം പനീർ ഇട്ടുണ്ട്, നല്ല എണ്ണ അതിനകത്ത്.
പിന്നെ ദാളുണ്ട്. ദാള് വ്യത്യസ്തമാണ്, ഇന്നലത്തെ പോലെ അല്ല, കണ്ടിട്ട് ഡിഫറെൻ്റാണ് ദാള്. പിന്നെ ജീര റൈസ് ഉണ്ട്. പിന്നെ ഇതൊരു മിക്സ്ഡ് വെജിറ്റബിൾ ഉണ്ട്. ഇതെന്താ സാധനം മനസ്സിലാവുന്നില്ല, എന്താണ് വെജിറ്റബിൾ എന്ന് എനിക്ക് മനസ്സിലാവും. ഉരുളക്കിഴങ്ങുണ്ട്, വേറെ ഒന്നും മനസ്സിലാവുന്നില്ല. പടവലങ്ങയുണ്ട്, പിന്നെ തൈരുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലഞ്ചിലുള്ളത്. മീൻവെൽ നമ്മൾ രത്നഗിരിയിൽ നിന്ന് പുറപ്പെട്ടായിരുന്നു കേട്ടോ. രത്നഗിരിയിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുന്നു നമ്മുടെ വണ്ടി. പ്ലാറ്റ്ഫോമിലെ തിരക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്കുള്ള തിരക്കല്ലത്, അത് നമ്മുടെ പുറകെ വരുന്ന ദിവ പാസഞ്ചറിനൊക്കെയുള്ള തിരക്കാണത്. നമുക്കൊന്ന് പെട്ടെന്ന് കഴിക്കാം, നമുക്ക് ഉടനെ അടുത്ത ക്രോസിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി ഒരു റിവ്യൂ വേണ്ട. ടേസ്റ്റിനെ പറ്റി റിവ്യൂ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പനീറിൻ്റെ സബ്ജിക്കകത്ത് എണ്ണ വളരെ കൂടുതലാണ്, അതൊരു പ്രശ്നം. എരിവ് കുറയ്ക്കാൻ വേണ്ടി ഇപ്പോൾ തീരെ എരിവില്ല, കുറച്ചും കൂടി എരിവായിരുന്നു. ദാൾ അടിപൊളിയാണ്, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ദാൾ ഫാബുലസ്. ഇത് പറാട്ടയാണ് വന്നിരിക്കുന്നത്, പ്ലെയിൻ പറാട്ടയാണ്. ഇത് അവിടെ തന്നെ കുക്ക് ചെയ്താണ്, നല്ല സോഫ്റ്റാണ്, ഫ്രഷാണ്. അതും നമ്മുടെ പനീർ സബ്ജിയും കൂടി കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ പോലെ എരിവ് കുറയ്ക്കാൻ പറയുമ്പോൾ തീരെ എരിവിട്ടില്ല, എന്നാലും കുഴപ്പമില്ല, സംഭവങ്ങളാണ്. എണ്ണ വളരെ കൂടുതലാണ്, ബട്ട് അതുവരെ സംഭവം പൊളി. മംഗള എക്സ്പ്രസ് ആണ്, ലോക്ക് ചെയ്താണ് അത്ര കൊണ്ട് ക്ലിയർ ആയില്ല. എന്ത് ഫുഡ് അടിപൊളിയായിരുന്നു. ആ എണ്ണ കുറച്ച് കൂടുതലായപ്പോൾ മാത്രം ഇവിടുത്തെ എല്ലാ വെയിറ്റർമാരും ഒന്ന് ചോദിച്ചു എരിവ് കറക്റ്റാണോ, ഇങ്ങനെ മതിയാന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അമൂലിൻ്റെ ഐസ്ക്രീം വന്നിട്ടുണ്ട്, നമുക്ക് ഇതും കൂടി ഫിറ്റ് ചെയ്തേക്കാം. നമ്മളിപ്പോൾ കൊങ്കണ്ടയിലെ ലോങ്ങസ്റ്റ് ടണലിലെ കർബൂഡ ടണലിനകത്ത് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 7.5 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കൊങ്കൺ റെയിൽവേയിലെ ഏറ്റവും നീളം കൂടിയ കർബൂഡ ടണൽ. ഇത് കഴിഞ്ഞ ഉടനെ ഒരു ടണലും കൂടി ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫേമസ് റൺപത്ത് വാട്ടർഫോൾസ്. 7.5 കിലോമീറ്റർ നീളം വരുന്ന ടണലിന്. ആ ടണലിനകത്ത് കയറുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വാതിലെത്തി. അത് കഴിഞ്ഞിട്ടാണ് വണ്ടി ടണലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഈ ടണൽ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫേമസ് റൺപത്ത് വാട്ടർഫോൾസ് വരുന്നത്. ഇതാണ് റൺപത്ത് വാട്ടർഫോൾസ്. കഷ്ടിച്ച് 3 സെക്കൻഡാണ് കിട്ടുന്നത്. ഇനി ഇത് കഴിഞ്ഞ ഉടനെ ചറബറാന്ന് 3 ടണലുണ്ട്. അത് കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ ഉക്ഷി സ്റ്റേഷൻ വരിക. ഉക്ഷി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്റ്റേഷനാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു സ്റ്റേഷൻ. കഴിഞ്ഞ ഉടനെ ഇതാണ് ഉക്ഷി. ഉക്ഷി സ്റ്റേഷൻ്റെ യാർഡിനകത്ത് തന്നെ ഒരു ടണലുണ്ട്. അതായത് സ്റ്റേഷൻ്റെ പകുതി വെച്ചൊരു ടണലുണ്ട്. ആ ടണലിനകത്ത് കൂടെയാണ് സ്റ്റേഷൻ്റെ ലൂപ്പ് ലൈൻ കടന്നത്. ഇതാണ് ഉക്ഷി സ്റ്റേഷൻ ബിൽഡിങ്. ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനെ സമ്മതിക്കണം, കാര്യം കണക്ടിവിറ്റി വളരെ മോശമായിരിക്കും ഈ സ്ഥലത്തെത്താൻ. ഇത് കഴിഞ്ഞാൽ വീണ്ടും ടണലാണ്. അപ്പോൾ അത് അടുത്ത ക്രോസിങ്. സംഗമേശ്വർ റോഡാണ്. 21884 WM3. ഇത് നമ്മുടെ ദിവ സാവന്തവാടി റോഡ്, സിന്ധുദുർഗ് എക്സ്പ്രസ്.
വേണ്ടി ഒരു ക്രോസിങ്ങിന് വേണ്ടി ലൂപ്പിലോട്ട് കയറിയിരിക്കുകയാണ്. ആരവലി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. ഫുള്ള് വളവിലുള്ളൊരു സ്റ്റേഷനാണ്. ക്രോസിംഗ് ആണ്. എനിക്ക് തോന്നുന്നു മറ്റേ ബാൻഡ്ര ടെർമിനസ് മഡ്ഗാവ് എക്സ്പ്രസ് ആണെന്ന് തോന്നുന്നു വരാൻ പോകുന്നത്. വളവിലാണ്ട് നമുക്ക് സ്റ്റാർട്ടറൊന്നും കാണാൻ കഴിയില്ല ഓപ്പോസിറ്റ് ലൈനിൽ. അപ്പോൾ വണ്ടി വരുന്ന സൗണ്ട് കേട്ട് കാത്തു നിൽക്കണം നമ്മൾ. WKM3 21950. അപ്പോൾ ഇതായിരുന്നു ബാൻഡ്ര ടെർമിനസ് മഡ്ഗാവ് എക്സ്പ്രസ്. ബാൻഡ്ര ടെർമിനസ് മഡ്ഗാവ് എക്സ്പ്രസ്സിന് ഓവർടേക്ക് ക്രോസ് ചെയ്ത സ്ഥിതിക്ക് ഇനി അടുത്ത് നമുക്ക് അധികം താമസിക്കാതെ മാണ്ഡവി എക്സ്പ്രസ്സിൻ്റെ ക്രോസിങ് വരും. നീളമുള്ളൊരു പാലമാണ്. അവിടെ ഒരു പുഴ കാണാനുണ്ട് അങ്ങോട്ട് മാറി. ഞാൻ പുഴ നമ്മൾ കടക്കുമെന്ന് എനിക്കറിയില്ല. ആ പുഴ നമ്മൾ കടക്കും. എൻ്റെ പൊന്നെ, നല്ല ഭംഗിയുള്ള പ്രദേശമല്ലേ? നല്ല ഭംഗിയുണ്ട്. നമ്മൾ സത്യം പറഞ്ഞപ്പോൾ ലൂപ്പിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് നമ്മൾ വലിയ സ്പീഡ് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ പ്രദേശം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അല്ലാന്നുണ്ടെങ്കിൽ നല്ല സ്പീഡ്. ഇതിപ്പോൾ ഗഡ് റിവർ ആയിരുന്നു. ഗഡ് റിവർ നമ്മൾ ഒരു പ്രാവശ്യം കൺകവലിക്ക് അടുത്ത് വെച്ച് ക്രോസ് ചെയ്തായിരുന്നു. അതേ പുഴയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓ മൈ ഗോഡ്, വീണ്ടും ക്രോസിങ്. കാമത്തെ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. കാമത്തെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ലോ ലെവൽ എന്ന് പറഞ്ഞാൽ ലോ ലെവൽ. കണ്ടോ? ലോ ലെവൽ പ്ലാറ്റ്ഫോമാണ്. ഇതാണ് സ്റ്റേഷൻ ബിൽഡിങ്. ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ അതായിരുന്നു മുംബൈ CSMT മഡ്ഗാവ് മാണ്ഡവി എക്സ്പ്രസ്. ഓൾറെഡി ഒന്നും ഇല്ലാണ്ട് ചുമ്മാ കയറിങ് വന്നു വേണ്ടി. നല്ല അടിപൊളി മഴയായിരിക്കുകയാണ്. നമ്മളെ വീണ്ടും ക്രോസിങ്ങിന് നിർത്താൻ പോവാണ്. ലൂപ്പിലേക്ക് സിഗ്നൽ ഇട്ടിട്ടുണ്ട്. ചിപ്ലൂൺ സ്റ്റേഷനാണ് നമ്മളിപ്പോൾ എത്തുന്നത്. തൊട്ടുമ്പോൾ നമ്മൾ വശിഷ്ഠ നദിയുടെ ഒരു പാലം കടന്നായിരുന്നു. ഈ ക്യാപ്ഷൻ മിസ് ചെയ്തത്. അവിടെ നദി കാണാം. അവിടെ പുഴ കാണാം നിങ്ങൾക്ക്. നമുക്ക് സ്റ്റോപ്പില്ല ഇവിടെ, പക്ഷേ ക്രോസിംഗ് ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 എടുക്കാമെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാരണം റൈറ്റിലുള്ള ലൂപ്പ് എന്ന ഒരു സെറ്റ് തന്നെയായിരുന്നു. ചിപ്ലൂൺ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ റൈറ്റ് സൈഡിൽ നിന്നുള്ള അപ്രോച്ചായിരുന്നു ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഞാൻ വെച്ചാൽ പിന്നെ ഈ സൈഡിൽ നിന്ന് കാണിച്ചേക്കാമെന്ന്. കണ്ടോ അവിടുത്തെ മലകൾ കണ്ടോ? ആക്ച്വലി ചിപ്ലൂൺ എത്തുന്നതോടുകൂടി നമ്മുടെ ആ ഭീകര ഗാർഡ് സെക്ഷൻ ആക്ച്വലി കഴിഞ്ഞു. കുറച്ച് ഭീകരത കുറഞ്ഞ സെക്ഷനാണ്. നമ്മളങ്ങനെ ചിപ്ലൂൺ സ്റ്റേഷനിലേക്ക് കയറാണ്. ഞാൻ പറഞ്ഞ പോലെ രത്നഗിരിയെക്കാട്ടും നല്ല വടപ്പാവ് കിട്ടുന്ന ചിപ്ലൂണിലാണ്. അപ്പോൾ വടപ്പാവ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചിപ്ലൂണിൽ നിന്ന് കഴിച്ചാൽ മതി.
ഇവിടെ ഒരു ഡിപ്പോ ഉണ്ട്, CNW ഡിപ്പോ ചിപ്ലൂൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് പക്ഷേ മറ്റേ റെയിൽ മോണിറ്ററിംഗ് വെഹിക്കിളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ശ്രീ സമർത്ഥാണെന്ന് ഓർമ്മയില്ല, ഒരു കടയിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി വടപ്പാവാണ്. അവിടെയായിട്ടൊരു മെമോ കിടക്കുന്നുണ്ട്, ഒരു RCF ബിൽറ്റ് മെമോ. സെൻട്രൽ റെയിൽവേയുടെ മെമോ ആണ് ഇത്. ചിപ്ലൂൺ ദിവ സ്പെഷ്യൽ സർവീസാണ് ഈ ട്രെയിൻ. മഴ ശരിക്ക് ശക്തി പിടിച്ചു, ഭീകര മഴയായി. അനൗൺസ്മെൻറ്റ് ചെയ്തു രാജധാനി എക്സ്പ്രസ് പ്ലാറ്റ്ഫോം 1 വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്തോന്ന് പറഞ്ഞു, അതെന്താണെന്ന് ക്ലിയർ ആയില്ല. നമ്മൾ ഇവനെയാണ് ക്രോസ് ചെയ്ത് നിന്നിരിക്കുന്നത്. ഒരു സാവന്ത്വാടി പാസഞ്ചറാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ക്രോസ് ചെയ്ത സ്പെഷ്യൽസ് എല്ലാം സാവന്ത്വാടി സ്പെഷ്യലാണ്. മെയിനായിട്ട് സാവന്ത്വാടിയിലോട്ടാണ് ഒരു സ്പെഷ്യൽ എല്ലാം വരുന്നത്. കാരണം സാവന്ത്വാടി എന്ന് പറയുമ്പോൾ കൊങ്കൺ മൊത്തം കവർ ചെയ്യാൻ പറ്റും. പിന്നെ മഡ്ഗാവിലവർക്ക് പ്ലാറ്റ്ഫോമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മഡ്ഗാവിലേക്ക് ഓടിക്കാത്തത്. അപ്പോൾ ഇവൻ ഇന്ന് വാഗൺ 9 ആണ്. വാഗൺ 9 31029 ഗോമോ ഷെഡിൻ്റെ. എല്ലാ വണ്ടിക്കും വൃത്തിയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ലോക്മാന്യ തിലക് ടെർമിനസ് മുംബൈ സാവന്ത്വാടി. അപ്പോൾ നമ്മളങ്ങനെ ചിപ്ലൂണിൽ നിർത്തിയിട്ടെടുക്കുകയാണ്. വണ്ടി നിർത്തിയതിനും വണ്ടി പുറപ്പെടുന്നതിനും ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയായിരുന്നു. വണ്ടി പുറപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞൊരു അനൗൺസ്മെൻറ്റ് നടത്തി. അത് കഴിഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് മാറിയത്. വളരെ വളരെ പ്രൊഫഷണലായിട്ടാണ് കൊങ്കൺ റെയിൽ ഇത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇല്ല, ഭീകര മഴയായതുകൊണ്ട് കണ്ടോ, ആൾക്കാരൊക്കെ അതിനകത്ത് തന്നെ കൂട്ടം കൂടി നിൽക്കുകയാണ്. പുറത്തോട്ടിറങ്ങാൻ ഒരു വഴിയില്ല. അതാണ് ചിപ്ലൂൺ. ഈ ഒരു സ്ട്രെച്ചിലുണ്ടല്ലോ, അത് നമ്മുടെ ഈ ചിപ്ലൂൺ ഭാഗത്ത് മലയും കുന്നൊക്കെ ഉണ്ട്, ടണൽസും ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ പുഴയുണ്ടാവും കുറേ ദൂരം. ഏകദേശം വീര് വരെ ഈ പുഴ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഹെവി റൺ അലേർട്ടുണ്ട്. വഡോദര ഷെഡിൻ്റെ പോർബന്ദർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ആണ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കാണ്ട് നമുക്ക് വേണ്ടി ഒരു വണ്ടി വെയിറ്റ് ചെയ്തു. സംശയം, വണ്ടി സഡനായിട്ട് സ്പീഡ് കുറച്ചു. ഒറ്റ ലൂപ്പുള്ള ഏതോ സ്റ്റേഷനാണ്. ഇങ്ങോട്ട് രത്നഗിരി കഴിഞ്ഞ പിന്നെ മഴയുണ്ട് കേട്ടോ. ഞാൻ അല്പം മുമ്പ് ഓർത്തേ ഉള്ളൂ, ഇന്ന് ഫ്രൈറ്റ് ഒന്നും കാര്യമായിട്ട് കാണാനില്ലല്ലോ. അതാ കിടക്കുന്നു ഫ്രൈറ്റ്.
ഇവിടെയൊക്കെ നല്ലോണം മഴ വീണുണ്ട്. ട്രാക്കിനിടയ്ക്ക് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട്. വാക് 12B ആണ് 60301 നാഗ്പൂരിൻ്റെ BCNA റേറ്റ്. ഫസ്റ്റ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു ഫോൾഡിങ് ടേബിൾ വെച്ചിട്ടുണ്ട് അവർ. അതായത് ഈ സാധനം ഉണ്ട്, പക്ഷേ ഈ സാധനത്തിന് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് ബർത്തിന് നല്ല ദൂരത്താണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് ആഞ്ഞിരുന്നാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ഫോൾഡിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ലോവർ ബർത്തിൽ 2 പേര് ഇരിക്കുമല്ലോ, അപ്പോൾ 2 പേർക്കും ടേബിളുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ഫോൾഡിങ് ടേബിളിനകത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടെയും ഒന്ന് അപ്പുറത്തോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഭക്ഷണം വെച്ച് കഴിക്കാം, കൈ പിടിച്ച് കഴിക്കണം. അപ്പോൾ തേർഡ് AC ആണെന്നുണ്ടെങ്കിൽ ലോവർ ബർത്ത് അല്ലാത്ത ആൾ ഭക്ഷണം കൈ പിടിച്ച് കഴിക്കണം. ഈ റോഡിൻ്റെ 39206 ആണ് ലോഗോ. നേത്രാവതി എക്സ്പ്രസ് ആണ്. $120 ഇല്ല കേട്ടോ, $110 വരെ വന്നു. 109 ആണ് ഏറ്റവും കണ്ട ഹയസ്റ്റ്. നമ്മൾ റോഹയിലോട്ട് വളരെ പെട്ടെന്ന് അടുത്തുകൊണ്ടിരിക്കുന്നു. മീൻവൈൽ നമ്മുടെ ഈവനിങ് സ്നാക്സ് കൊണ്ടുവന്നിട്ട് പോയി. ഇന്നും ഒരു ഐറ്റം മിസ്സിംഗ് ആണ്. ഏത് ഐറ്റമാണ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കമൻ്റ് ഇടുക. ഇന്നലെ ഒരു ഐറ്റം മിസ്സിംഗ് ആയിരുന്നു, ആ ഐറ്റം ഇന്നുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്ന ഒരു ഐറ്റം ഇന്നില്ല. കൊങ്കൺ റെയിൽവേയിലെ അവസാന സ്റ്റേഷനായ കോലാടിലെത്തിയിരിക്കും. നമ്മൾ കോലാട് നമ്മൾ ലൂപ്പ് ലൈനിൽ കൂടെ ഒരു ഫ്ലൈറ്റിനെ ഓവർടേക്ക് ചെയ്തു. കോലാട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി നമ്മൾ സെൻട്രൽ റെയിൽവേയിലേക്ക് വരും. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് പൻവേലിലാണ്. ഇത് വാക് 12B ആണല്ലോ. പിന്നെ ഫ്ലൈറ്റ് കണ്ട എല്ലാം വാക് 12B ആണ്. 60318. കുറവൊക്കെ സുഖമായിട്ട് AC-ലിരിക്കുക. നാഗ്പൂരെത്തി. നാഗ്പൂരിൻ്റെ ലോക്കമാണ്. അടിപൊളി വിഷ്വൽസ് അല്ലേ, അടിപൊളി വിഷ്വൽസാണ്. മഹാരാഷ്ട്ര അല്ലെങ്കിലും മഴക്കാലത്ത് മഹാരാഷ്ട്ര കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതേ സാധനം നമ്മൾ സമ്മറിൽ വന്നാൽ ഫുൾ ഉണങ്ങി കരിഞ്ഞിരിക്കും കേട്ടോ. ഇതാണ് കോലാട് റോറോൻ്റെ ലോഡിങ് റാമ്പ്. നമ്മൾ റോറോ ഒന്നും കണ്ടില്ല. റോറോ ട്രെയിൻസ് ഒന്നും നമ്മൾ കണ്ടില്ല. അവിടെ ഒരു ഒറ്റ ട്രക്ക് കിടക്കുന്നുണ്ട്. എനിക്കൊന്നും ഇതുവരെ ബുക്കിംഗ് ആയിട്ടില്ല എന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട് വെള്ളത്തിന് കേട്ടോ. കുണ്ടലിക്ക റിവറായിരുന്നു. കുണ്ടലിക്ക റിവർ. മഹാരാഷ്ട്രയിലൊരു ക്യാരക്ടറിസ്റ്റിക് പച്ചപ്പാണ് കേട്ടോ. നമ്മൾ ഏകദേശം റോഹ സ്റ്റേഷനിലേക്ക് എത്തുന്നു. റോഹ സ്റ്റേഷൻ്റെ യാർഡാണ് ആ സൈഡിൽ കാണുന്നത്. യാർഡ് സെൻട്രൽ റെയിൽവേയിലാണ്. നമ്മളിപ്പോഴും കേരളമാണ് കേട്ടോ. റോഹ സ്റ്റേഷൻ വഴി നമ്മൾ റൺ ത്രൂ നിഡി സ്റ്റേഷൻ. നിഡി
മലകളാണ്. ഈ സ്ട്രെച്ച് നമ്മുടെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ സമ്മറിലെ വിഷ്വൽസ് ഈ സ്ട്രെച്ചിൻ്റെ ഉണ്ടാവും. മുഴുവൻ ഉണങ്ങി വരണ്ടിട്ടുള്ളൊരു സ്ട്രെച്ചാണിത്. അതൊക്കെ പോയിട്ട് ഇപ്പോൾ ഫുള്ള് പച്ചപ്പും ഉണ്ടാവും. പച്ചപ്പ് അത് മഹാരാഷ്ട്രയുടെ ഒരു പ്രത്യേകതയാണ്. ഇടയ്ക്ക് മൈക്രോ വെള്ളച്ചാട്ടങ്ങൾ കാണേണ്ടതാണ് ശരിക്കും. ഇങ്ങനെ മഴ ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തായിരുന്നു, അതിനിപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ആയതുകൊണ്ടായിരിക്കും ഇല്ലാത്തത്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഇടയ്ക്കൊക്കെ നമുക്ക് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഓപ്പോസിറ്റ് ലൈൻ വേറെ വഴിക്ക് പോയി, ഡൗൺ ലൈന്. നമ്മൾ വേറെ അലൈൻമെൻറ്റാണ്. ബേസിക്കലി നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതാണ് ഒറിജിനൽ അലൈൻമെൻറ്റ്. ആ ലൈൻ ഡബിളിങ്ങിൻ്റെ സമയത്ത് ഒന്നാണ്. ഒരു ടണലുണ്ട് നമുക്ക് അല്പം മുമ്പിലായിട്ട് നമ്മൾ ടണലിലേക്ക് കിടക്കും. ആ ലൈനും ടണൽ വഴി തന്നെയാണ് പോകുന്നത്. പക്ഷെ അത് കുറച്ച് ദൂരം കുറവാണെന്ന് തോന്നുന്നു ആ ലൈൻ. ഓപ്പോസിറ്റ് ലൈൻ ഇവിടെ ഉണ്ട്. അവൻ താഴെയാണ്. അലൈൻമെൻറ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്. ഇത് പാതാളഗംഗ റിവറാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല. അല്ല, അംബ ബ്രിഡ്ജായിരുന്നു. അംബ ബ്രിഡ്ജ്. ഓപ്പോസിറ്റ് ലൈനിലൊരു പച്ച കണ്ടു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്രോസ് ഒരു പുതിയ ടവർ വാഗൺ ഷെഡ് പോലും തോന്നുന്നു. അത് ഫുഡ് ഷെഡാണെന്ന് അറിയില്ല കേട്ടോ. ആ ഓപ്പോസിറ്റ് ലൈനിലൊരു വെളിച്ചം കാണാനുണ്ട്. ഇതാണ് നാഗോഠാണെ സ്റ്റേഷൻ. അജ്നിയുടെ 32425 വരും. ഇത് മുംബൈ സെൻട്രൽ സാവന്തവാടി സ്പെഷാണ്. വെസ്റ്റ് ആൻഡ്രയിലുള്ള ട്രെയിനാണ്. അപ്പുറത്തെ യാർഡിൽ ട്വിൻ WCAG 1 ഹോൾഡ് ഫ്രൈറ്റ് ഉണ്ടായിരുന്നു. റോഹ സ്റ്റേഷൻ വഴി റൺ ത്രൂ ഇതൊക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണമൊക്കെ തണുത്തുപോയി. കച്ചോറിയാണ് ഇന്നും. പിന്നെ സാൻഡ്വിച്ച് അത് ക്യാരറ്റ് ഉണ്ട്. വേറെ എന്താണ്, നല്ല ചീസ് ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഒരു മില്ലറ്റ് ചിക്കി ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള സോസ് ഉണ്ട്. ഇതൊരു ഐറ്റം മിസ്സിംഗ് ആണ്. ഐറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടിക്കുക. ഞാൻ ചോദിക്കാൻ പോയില്ല, കാര്യം കഴിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പോയില്ല. പക്ഷേ ഐറ്റം പിന്നെ നമുക്ക് നമ്മുടെ കച്ചോരി ഒന്ന് കഴിച്ചു നോക്കാം. ഇന്നലത്തെ പോലെയല്ല, ഇന്ന് കുറച്ചും കൂടി ക്രിസ്പാണ്. കട്ടി പറഞ്ഞിട്ടുണ്ട്. ഫില്ലിങ്സ് പക്ഷേ ഇന്നലത്തെ പോലെ തന്നെ. പിന്നെ സംശയം ഇന്നലത്തെ കച്ചോരി ഇതിലുണ്ടാക്കിയതാണെന്ന്. ഇന്ന് സംഭവം കൊള്ളാം. സാൻഡ്വിച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്തേക്കാം. ബട്ടറുണ്ട്, ക്യാരറ്റ് ഉണ്ട്, വേറൊന്നുമില്ല. ബ്രെഡ് കുറച്ച് ഡ്രൈ ആയിട്ട് പോയിട്ടുണ്ട്. ബ്രെഡിൻ്റെ പുറംഭാഗമൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ട്. എന്നാലും കൊള്ളാം.
അപ്പോൾ ഇതായിരുന്നു പേൺ സ്റ്റേഷൻ. ചാടുകയാണ്. മത്സ്യഗന്ധ എക്സ്പ്രസ് എവിടെ പോയോ? നമ്മളതിന് മിസ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അതാ വരുന്നു. ഈ റോഡിൻ്റെ 37864 മത്സ്യഗന്ധ എക്സ്പ്രസ്, ലോക്മാന്യ തിലക് ടെർമിനസ്, മംഗളൂരു സെൻട്രൽ. മത്സ്യഗന്ധയിൽ ഒരു N20 ട്രിപ്പ് 2 ഡയറക്ഷനിൽ അടിക്കണം എന്നുണ്ട്. അത് പെൻഡിങ് ആണ്. 2 ഡയറക്ഷനും പോകണമെന്നുണ്ട്. പുണേയുടെ WDG4 12879 ഒരു ഫ്രൈറ്റോടെ അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇപ്പുറത്തെ ഒരു ബോക്സ് ഡ്രൈവ്, അപ്പുറത്തുള്ളതും ബോക്സ് ഡ്രൈവ് തന്നെയാണ്. വീണ്ടും ബാക്ക് 12B. ഇത് സമസ്തിപൂർ ഷെഡിൻ്റെയാണ്. ഈ വാക് 12ബിയിലൊക്കെ ലോക്കോ പൈലറ്റുമാർക്ക് എയർ കണ്ടീഷൻഡ് ക്യാബുകളാണ്. അത് സത്യം പറഞ്ഞാൽ ലോക്കോ പൈലറ്റുമാരെ വർക്കിംഗ് എൻവറോൺമെൻറ്റ് ഒരുപാട് മെച്ചപ്പെടുത്തുന്നുണ്ട്. അവർ പണ്ട് ഇടിയും കാറ്റും ചൂടും അടിച്ചിരുന്ന് ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യൻ ടയേർഡാവും. മനുഷ്യനെ കൂടുതൽ എന്താ പറയുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിലെ ഹോം സിഗ്നലുണ്ടോ, അതിൽ ആംബർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ഏതോ ഒരു വണ്ടി ആ സ്റ്റേഷനോട് കയറ്റാനുള്ള സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ഖേഡിലേക്ക് പോകുന്ന മെമ്മോ ആണ്. സ്പെഷ്യൽ സർവീസ് ആണെന്ന് തോന്നുന്നു. കാര്യം ഖേഡിലേക്ക് റെഗുലർ സർവീസ് എൻ്റെ അറിവിലില്ല. എൻ്റെ അറിവിൽ റോഹ വരെ റെഗുലർ മെമ്മോ സർവീസേ ഉള്ളൂ. സോ ഇത് സ്പെഷ്യലായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിലോട്ട് എടുക്കുന്നു. സോമട്ടനായിട്ടുണ്ട്. സോമട്ടന സ്റ്റേഷൻ കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മൾ ജസ്റ്റ് പൻവേലെത്തുന്നു. നമ്മൾ അത്യാവശ്യം ബിഫോർ ടൈം പൻവേൽ കയറാൻ സാധ്യതയുണ്ട്. 5:52 നമ്മുടെ പൻവേൽ ഷെഡ്യൂൾഡ് അറൈവൽ ടൈം. നമ്മളിപ്പോൾ 5:42 ആയതേ ഉള്ളൂ. നമുക്കൊരു 4 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. 4 കിലോമീറ്റർ 5 കിലോമീറ്റർ മറ്റേ ഉള്ളൂ പൻവേലിലേക്ക് എത്താൻ. പിന്നെ നമ്മളിവിടെ ഒന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിനകത്ത് പോയി കയറും. ഒരു പഴയ WDM 3D പെയിൻ്റൊക്കെ പോയി ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ഇതൊരു കണ്ടെയ്നർ യാർഡാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രൈവറ്റ് പാർട്ടിയുടെ കണ്ടെയ്നർ യാർഡാണിത്. അപ്പോൾ രാജധാനി എക്സ്പ്രസ് ആണെന്നുള്ള പ്രിഫറൻസ് തരും എന്ന് വിചാരിക്കുന്നു. സെൻട്രൽ റെയിൽവേയുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. വണ്ടി ഇവിടം വരെ കറക്റ്റായിട്ട് ഓടിയെത്തും. സോമട്ടനെ വരെ കറക്റ്റ് ഓടിയെത്തുന്ന വണ്ടി സോമട്ടനെ എത്തുമ്പോൾ അമ്മമാരെ പിടിച്ചിട്ട് പിന്നെ ലേറ്റായി വണ്ടി ഒരു വഴിയാവും. ഗാസിയാബാദിൻ്റെ 41563 ആണല്ലോ. അപ്പോൾ അവിടം വരെ ഉള്ളൂ. കാരണം അപ്പുറത്തെ ഇലക്ട്രിക്കൽ ലൈനില്ല. അപ്പോൾ ലോക്കോ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്ത് അവർ ഷണ്ട് ഔട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് സോമട്ടനെ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിടിച്ചിടാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. സെൻട്രൽ റെയിൽവേയുടെ സ്ഥിരം പരിപാടിയാണ്. ഇതാണ് സോമട്ടന റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ റെയിൽവേക്ക് ഒരു സ്ഥിരം പരിപാടിയാണിത്. ഇവിടെ എത്തുന്ന വണ്ടികളെ പിടിച്ചിടും. സോമട്ടനെ കുറേ നേരം പിടിച്ചിടും. നമ്മളന്ന് ദുരന്തം വന്നപ്പോഴും തന്നെയായിരുന്നു അവസ്ഥ. ഇന്നും കണ്ടിട്ട് അതുപോലെ തന്നെ ഉണ്ട്. മുന്നോട്ട് നല്ല മഴയാണ്.
ഇപ്പുറത്ത് സോമട്ടിനെ സ്റ്റേഷനിൽ ഇപ്പുറത്തായിട്ടൊരു മറ്റേ കോയിൽ കൊണ്ടുവന്ന റേക്ക് കൂടെ കിടക്കുന്നുണ്ട്. BFNV വാഗൺസ്. ഇതിനും ബാക്ക് 12 ഓപ്പോസിറ്റ് ലൈനിൽ അജ്നയുടെ 32304 ഹോൾഡർ ഫ്രൈറ്റർ. ഫ്ലാറ്റ് വാഗൺസ് ആണ്, MTs ആണ്. ഇത് മിക്കവാറും ജിൻഡാലിലെ ലോഡ് കയറ്റാൻ പോകുന്നതായിരിക്കും. കാര്യം ഇത് വാഗൺസ് കൊണ്ടുവന്ന BFNS വാഗൺസ് ആണ്. വാഗൺസ് കൊണ്ടുവന്നല്ല, സോറി, കോയിൽ കൊണ്ടുവന്ന BFNS വാഗൺസ് ആണ് ഫ്രണ്ടിലുണ്ടാകുന്നത്. ഇത് കണ്ടോ, അതിന് നടുക്കൊരു കുഴി പോലെ ഉണ്ട്. ആ കുഴിക്കകത്തോട് കോയിൽസ് വെച്ച് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നവർ. നമ്മളിപ്പുറത്ത് കണ്ട BFNV പോലെ തന്നെ ഉള്ളതാണ്. ഇത് പക്ഷേ പഴയ ജനറേഷനാണ്. BFNV കുറച്ചും കൂടി പുതിയതാണ്. അപ്പോൾ നമ്മളങ്ങനെ പൻവേലിലോട്ട് കയറുകയാണ്. നല്ല മഴയായി ഇപ്പോഴേക്കും. ഹോൾഡർ ഏതോ സ്പെഷ്യലാണ്, ഫുള്ള് കാലിയാണ്. നമ്മൾ എങ്ങോട്ട് പോകുന്നത് ശരിയില്ലാട്ടോ. ഇനി MT റേക്ക് കൊണ്ടുപോകാം. MT റേക്കല്ല, യാത്രക്കാരുണ്ട് അവിടെ ഇവിടെയൊക്കെ. എന്തോ ഒരു ബോർഡുണ്ടായിരുന്നു, പക്ഷെ വായിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് പന്നലിലോട്ട് കയറുന്നു. അപ്പോഴേക്കും നല്ല മഴയായി. എൻ്റെ ഡ്രസ്സ് മൊത്തം ഇന്ന് നനയും. അവിടെ കാണുന്ന ഇലക്ട്രിഫൈഡ് ലൈന് പൻവേൽ കർജത്ത് റെയിൽവേ ലൈനാണ്. നമ്മൾ അതുവഴി ഒരു യാത്ര ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ മറ്റേ പ്രഗതി എക്സ്പ്രസ്സിനും അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഇതേ റൂട്ട് വഴിയാണ് നമ്മുടെ എറണാകുളം പൻവേൽ സൂപ്പർ ഫാസ്റ്റ് പോകുന്നത്. പൻവേൽ വഴിയുള്ള എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റ്. ഇതവിടെ പുതിയൊരു പാലം, അതിൻ്റെ മുകളിൽ റെയിൽവേ ലൈൻ കാണാൻ പറ്റും. അത് സബർബൻ കോറിഡോറാണ്. പുതിയ പൻവേൽ കർജത്ത് സബർബൻ കോറിഡോറിൻ്റെ ലൈനാണത്. ആ സബർബൻ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് ഒരു പാലം നമ്മുടെ മെയിൻ ലൈനിന് കുറുകെ പണിയാൻ ബാക്കിയുണ്ട്. ഇവിടെ ആയിട്ടൊരു പാലം പുതിയതായിട്ട് പണിയുന്നുണ്ട്. ഈ വരുന്ന പാലം ഇവിടെ വെച്ച് നമ്മുടെ ട്രാക്കിനെ, മെയിൻ ലൈൻ ട്രാക്കിനെ ക്രോസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പണി ഇനിയും ബാക്കിയുണ്ട്. അതിനുള്ള സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു. പക്ഷേ ഗേർഡൊക്കെ പ്ലേസ് ചെയ്തില്ല ഇതുവരെ. ഗേർഡൊക്കെ പ്ലേസ് ചെയ്യുന്ന മുമ്പായിട്ടുള്ള ഷട്ടറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപ്പുറത്ത് കാണുന്ന ആ ലൈനാണ് നമ്മുടെ കർജത്തിൽ നിന്ന് പൻവേലിലേക്കുള്ള നിലവിലുള്ള ലൈന്. ആ ലൈൻ തുടരും. ആ ലൈൻ കൂടാതെയാണ് ഒരു ഡബിൾ ലൈൻ പുതിയത് പണിയുന്നവർ. ഇനി ഏറ്റവും പ്ലാറ്റ്ഫോം 7 ഒരു വാപ്സൺ ഹോൾഡ് ട്രെയിൻ കിടക്കുന്നുണ്ട്. അത് മിക്കവാറും തിരുവനന്തപുരം നോർത്തിലേക്കുള്ള ഗരീബ് രത്ത് ആകാനാണ് സാധ്യത. ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, കാര്യം ഇടയ്ക്ക് ഒരു വാഗൺ ആൻഡ് ഹോൾഡ് ഫ്ലൈറ്റ് വരെ കിടക്കും. അത് ഗരീബ് രത്ത് ആവാനാണ് സാധ്യത. ഇവിടെ കാൺപൂരിൻ്റെ 32503 കണ്ടെയ്നർ റേക്കുമായിട്ട് നിൽക്കുന്നു. അപ്പം നമ്മളങ്ങനെ പൻവേൽ സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലാണ്. വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഞാൻ പ്ലാറ്റ്ഫോം കാണിക്കാം. ഇപ്പോൾ സമയം 6:06 നമ്മൾ പൻവേലിലെത്തി. നമ്മൾ ലേറ്റാണ് തീർച്ചയായിട്ടും. 5:52 ഇവിടുത്തെ ടൈം. നമ്മൾ ഏകദേശം 14 മിനിറ്റിനടുത്ത് ലേറ്റാണ്. ഇപ്പോൾ ഇതാണ് പൻവേൽ. നമ്മളിങ്ങനെ പൻവേലിൽ നിന്ന് പുറപ്പെടാറായി. നമ്മൾ സ്റ്റാർട്ടറായി, വണ്ടിയും പുറപ്പെടാറായി. അങ്ങനെ നമ്മൾ പൻവേലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. സമയം ഇപ്പോൾ 6:15. ഇത് 20 മിനിറ്റ് ലേറ്റിന് വേണ്ടി. ഇതാണ് സബർബൻ ടെർമിനസ്. അങ്ങനെ നമ്മൾ പൻവേലിൽ നിന്ന് പുറപ്പെടും.
പൻവേലിൽ നിന്ന് ഇറങ്ങിയ ഒരു ഭീകര വളവിലാണ് നമ്മൾ. ഇവിടുന്ന് 2 RPF എസ്കോർട്ട് പാർട്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്കവാറും നമുക്ക് ഡോറിലോട്ട് അധികം നേരം ഒന്നും വന്ന് നിൽക്കാൻ പറ്റില്ല. കുറച്ച് നേരത്തെ അവർ വന്ന് ഡോർ അടയ്ക്കണം എന്ന് കണ്ടു പോയുള്ളൂ. കുറച്ച് നേരം ഡോറിൽ നിന്നിട്ട് ഞാൻ വീണ്ടും ഡോർ അടച്ച് ഉള്ളിലേക്ക് പോകും. എന്നാലും ഇരുട്ടി തുടങ്ങി. ഇന്ന് വളരെ പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം ഒരു യാർഡ് പോലെയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. 3 ലൈൻ കാണാനുണ്ട് ഇവിടെ. അതിൽ കൂടുതൽ ലൈൻ ഇടാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ സ്റ്റേബിളിംഗ് ലൈൻസും കൂടി വരും തോന്നുന്നു പുതിയ ടെർമിനസ് ബിൽഡിംഗ് വരുന്നതിൻ്റെ കൂട്ടത്തിൽ. പൻവേൽ മുതൽ കളമ്പുളി വരെ ഒരു ഷണ്ടിങ് ലൈനുണ്ട്. 21941. ദിവാരത്നഗിരി പാസഞ്ചർ ആയിരുന്നത്. നമ്മളിപ്പോൾ കളമ്പുളിയിലേക്ക് എടുക്കുകയാണ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പുതിയ കളമ്പുളി കോച്ചിങ് ഡിപ്പോൻ്റെ POH ഷെഡ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, ഡിസൈൻ കണ്ടിട്ട്. ഈ പ്രോജക്റ്റ് ആക്ച്വലി ഒരു 10-20 വർഷമെങ്കിലും ലേറ്റാണ്. കാര്യം ഞങ്ങൾ പണ്ട് ബോംബെയിലേക്ക് വരുന്നത്, ഞാനും എൻ്റെ പേരൻസൊക്കെ ബോംബെയിലേക്ക് വരുന്നത് 1998-ലാണ്. അപ്പോൾ 98-99 കാലം മുതലേ പൻവേലിൽ പുതിയ ടെർമിനസ് വരും എന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ 2025 ഇതുവരെ ടെർമിനസ് വന്നിട്ടില്ല. ഇവിടെ ഈ പാലം പണി നടക്കുന്നത്, ഇത് പുതിയ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിൻ്റെ WDFCയുടെ പാലമാണിത്. ഇത് പാലം കൺസ്ട്രക്ട് ചെയ്യണം അവർ കേട്ടോ. പിന്നെ പാലം ഇതായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. പാലം അവർ കൊണ്ടുവന്ന് പുഷ് ചെയ്ത് കയറ്റി ഇടുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാലം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ പാലം. ഇപ്പം ഇത് രണ്ടാമത് പണിത പാലം ഈ രണ്ടാമത്തെ ലൈനിന് വേണ്ടിയാണ്. ഇത് WDFC അഥവാ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന് വേണ്ടിയുള്ളതാണ്. പൻവേൽ ടെർമിനസിൽ നിന്നും കലമ്പുളിയിലോട്ട് ഡെഡിക്കേറ്റഡ് ഷണ്ടിങ് ലൈനിൻ്റെ അടി കൂടെ പോകും. വീണ്ടും മഴയായി. നമ്മളിവിടെ ഒരു ഫ്ലൈറ്റ് ഒന്ന് ഓവർടേക്ക് ചെയ്യണം. ഈ റൈറ്റിന് ട്വിൻ G9 ചേർക്കുന്നുണ്ട്. ഡെഡാണ്. വഡോദര ഷെഡിൻ്റെ G9, വഡോദര സഹാരൻപൂറും നല്ല കോമ്പിനേഷൻ. പിന്നെ അപ്പുറത്തായിട്ട് കാണുന്നതാണ് പിറ്റ് ലൈനുകൾ, പുതിയ ടെർമിനൽസ് പ്രോജക്റ്റിനുള്ള പിറ്റ് ലൈനുകൾ. അതിൻ്റെ ഓഫീസസൊക്കെയാണ് അപ്പുറത്ത് കാണുന്നത്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരത്തെ ബ്രേക്ക് എടുക്കാൻ പോകണം. ഫ്രൈറ്റേഴ്സിന് ക്രോസിംഗ് സാധ്യതയുണ്ട്. വേറെ എക്സ്പ്രസ് ട്രെയിൻസൊന്നും എൻ്റെ അറിവിൽ ഒന്നും വരാനില്ല. വല്ല മെമു എല്ലാം വരാനുണ്ടാവും, എനിക്കറിയില്ല. കുറച്ച് നേരം ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ ഏകദേശം ദാർത്തിവലി കഴിയുമ്പോൾ വീണ്ടും ഡോറിലേക്ക് വരാം. നമ്മുടെ മുംബൈ സബർബനായിട്ടുള്ള പാരൽ റൺ കുറച്ച് പിടിക്കാം നമുക്ക്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ദിവാ ക്വാഡ് ക്യാബിൻ വഴി തിരിഞ്ഞ് കയറുന്നു. മെയിൻ ലൈൻ വഴി ഒരു LHB ട്രെയിൻ പാഞ്ഞ് പോകുന്ന കാണാൻ വേണ്ടിയിട്ടുണ്ടാവും. ലെഫ്റ്റിലുള്ളത് മുംബൈ സബർബൻ ലൈനുകളാണ്. നമ്മൾ അതിലോട്ട് കയറി തന്നെയില്ല കേട്ടോ. നമ്മൾ ഫുൾ ടൈം അതിനിപ്പുറത്ത് കൂടെ തന്നെ പോവുള്ളൂ. നിങ്ങൾ നമ്മുടെ മുംബൈ പൂനെ യാത്ര വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളന്ന് ആ 5th ലൈൻ വഴിയാണ് നമ്മളന്ന് യാത്ര ചെയ്തത്. നമ്മൾ അല്പം മുന്നിലായിട്ട് പോയിട്ട് നമ്മൾ റൈറ്റിലോട്ട് കയറി, ഇപ്പോഴല്ല കുറച്ചും കൂടെ പോയിട്ട് റൈറ്റ് കയറി അങ്ങനെ നമ്മൾ ടുവേർഡ്സ് വസായി റോഡ് പോകും. ലോക്കൽ ട്രെയിനുകളുടെ പിക്കപ്പും സ്പീഡും വേറെ ലെവലാട്ടോ.
അപ്പോൾ അതോടുകൂടി നമ്മുടെ കവറേജ് ഏകദേശം തീരാറായി. ഇനി നമുക്ക് വസൈ സ്റ്റേഷൻ കാണാം. നമ്മുടെ ഡിന്നറിൻ്റെ സൂപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഡിന്നറിൻ്റെ കൂടെയുള്ള സൂപ്പ് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്ന അതേ ഐറ്റംസ് തന്നെയാണ്. ടൊമാറ്റോ സൂപ്പ്, ചിങ് സീക്രട്ടിൻ്റെ ബട്ടറും ബ്രെഡ് സ്റ്റിക്കും പാത്രവും ചൂടുവെള്ളവും. ഇനി ഇതിൻ്റെ ഒരു റിവ്യൂ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച അതേ സാധനം. ജസ്റ്റ് വസൈ റോഡ് സ്റ്റേഷനിലോട്ട് കയറാൻ പോകുന്നു. വസൈ റോഡ് സ്റ്റേഷനിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ വെസ്റ്റേൺ റെയിൽവേയിലാണ്. സെൻട്രൽ റെയിൽവേയിൽ നിന്ന് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറി. വെസ്റ്റേൺ റെയിൽവേ ടെറിട്ടറി ഇവിടെ ജസ്റ്റ് വസൈ റോഡ് സ്റ്റേഷൻ പുറത്ത് വെച്ചാണ് തുടങ്ങിയത്. നമ്മളങ്ങനെ വെസ്റ്റേൺ റെയിൽവേയിൽ കയറി. ഇനിയിപ്പോൾ ഇവിടുന്ന് വെസ്റ്റേൺ റെയിൽവേയുടെ ക്രൂ ആണ് നമ്മൾ ഈ ട്രെയിൻ മുന്നോട്ട് കൊണ്ടുപോകുക. വെസ്റ്റേൺ റെയിൽവേയുടെ ക്രൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് വർക്ക് ചെയ്യും. നമ്മൾ എനിക്ക് തോന്നുന്നു നാളെ വെളുപ്പിനെ ആവുന്നതിന് കോട്ടയത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ നമ്മൾ വെസ്റ്റേൺ റെയിൽവേ തന്നെ ഇരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി, വസൈ റോഡിലെത്തി. അപ്പോൾ ഇവിടെ വെച്ച് ക്രൂ ചേഞ്ച് ഉണ്ട്. ഇവിടെ വെച്ച് നമ്മുടെ ഇത്രയും നേരം വർക്ക് ചെയ്ത ലോക്കോ പൈലറ്റ്, രത്നഗിരിയിൽ നിന്ന് ചാർജ് എടുത്ത ലോക്കോ പൈലറ്റുമാരാണ്. ലോക്കോ പൈലറ്റ് ഗാർഡ് എല്ലാവരും ഇവിടെ ഇറങ്ങും. ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഫ്രഷ് ക്രൂ കയറും. ഇവിടുന്ന് വെസ്റ്റേൺ റെയിൽവേയുടെ ക്രൂ ടേക്ക് ഓവർ ചെയ്യും. ഇത്രയും നേരം സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ആയിരുന്നു. അതിന് മുമ്പ് കൊങ്കൺ റെയിൽവേയുടെ ക്രൂ ആയിരുന്നു രത്നഗിരി വരെ. രത്നഗിരിയിൽ നിന്ന് ഇങ്ങോട്ട് സെൻട്രൽ റെയിൽവേയുടെ ക്രൂ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വസൈ റോഡിൽ നിന്നും യാത്ര തുടങ്ങി. അപ്പം നമ്മുടെ ഡേ 2-ൽ നമ്മൾ ക്യാപ്ചർ ചെയ്യുന്ന ലാസ്റ്റ് സ്റ്റോപ്പ് ഇതായിരിക്കും. കാര്യം ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് വരുന്നത് രാത്രി 10:30 സൂറത്താണ്. അപ്പോൾ 10 മണി കഴിയും സൂറത്ത്. 10 മണിയാകുമ്പോഴേക്കും ഞാൻ മിക്കവാറും ഉറങ്ങും. ബിക്കോസ് നാളെ എനിക്ക് കോട്ട നിസാമുദ്ദീൻ സ്ട്രെച്ച് ഫുള്ള് കവർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ ഡിന്നർ എത്തിക്കഴിഞ്ഞു. ഓൾറെഡി ഡിന്നർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഡിന്നർ ചൂടോടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വണ്ടി ഇവിടുന്ന് വിട്ട ഉടനെ കഴിക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. സമയം ഇപ്പോൾ 7:58. മഴയുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. ഇവിടെ ഷെൽട്ടറിനകത്തുനിന്ന് മഴ പെയ്യുന്ന അറിഞ്ഞില്ലായിരുന്നു. പക്ഷേ വെള്ളം വീഴുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഷെൽട്ടറിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ വസൈ റോഡിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ഡിന്നർ വന്നിട്ടുണ്ട്. ഞാനിത് പെട്ടെന്ന് തുറന്നിട്ട് കാണിക്കാം കേട്ടോ. കാര്യം ഞാൻ ചെറുതായിട്ടും തുറന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിന്നർ. ഡിന്നറിൽ 2 പൊറാട്ടയുണ്ട്. പൊറാട്ടയൊക്കെ എക്സ്ട്രാ കിട്ടും കേട്ടോ. ഞാൻ മേടിക്കാമല്ല, എനിക്കിത് സഫീഷ്യൻ്റാണ്. ഇന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു മെഴുക്കുരട്ടിയും പനീറിൻ്റെ സബ്ജിയും ദാളും, പിന്നെ ഓഫ് കോഴ്സ് പ്ലെയിൻ റൈസ് ഉണ്ട്, തൈരുണ്ട്. തൈര് സുമുൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് സൂറത്തിലുള്ളൊരു കോപ്പറേറ്റീവാണ്. കറി അടിപൊളി. ആ എരിവ് കുറച്ചപ്പോൾ സൂപ്പറായിട്ടുണ്ട് ടേസ്റ്റ്. ദാളെങ്ങനെ ഉണ്ടാവും? ദാളും അടിപൊളി. അങ്ങനത്തെ ഡിന്നർ സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മെയിൻ മീൽ സർവീസിലെ അവസാനത്തെ മെയിൻ മീൽ വന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡിന്നർ കഴിഞ്ഞു. അപ്പോൾ വാനിലയാണ് പതിവ് പോലെ. എന്തുകൊണ്ടാണ് ഒരു വാനിലയിൽ നിന്ന് മറ്റേ ഫ്ലേവേഴ്സ് തരാതെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അമൂലിൻ്റെ വാനിലയാണ്. ചെറുതായിട്ട് ഉരുകി തുടങ്ങിയത്. നമ്മുടെ ഡേ 2 യാത്രയും ഇവിടെ അവസാനിക്കാൻ പോകണം. എൻ്റെ കോലം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ടയേർഡായി, നല്ല ക്ഷീണമായി. അപ്പോൾ നമ്മുടെ ഡേ 2 യാത്ര നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ട്രെയിൻ ഇപ്പോൾ 10 മണി കഴിയുമ്പോൾ സൂറത്തിൽ നിർത്തും. അത് കഴിഞ്ഞിട്ട് പിന്നെ വഡോദരയിൽ രാത്രി എങ്ങാണ്ട് 11:30 എങ്ങാണ്ട് നിർത്തും. ഞാനൊന്നും കവർ ചെയ്യാൻ നിൽക്കുന്നില്ല, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോകണം. കാര്യം സൂരത്ത് വഡോദരയൊക്കെ നമ്മുടെ റിട്ടേൺ യാത്രയിൽ നമ്മൾ പകലാണ് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഈ പാട്ടിൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെന്നിരിക്കുന്നു. പിന്നെ വല്ല കമൻറ്റ്സ്, ഫീഡ്ബാക്ക്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതിനടുത്ത പാർട്ടി കാണാം. പലരും ചോദിച്ചിരുന്നു നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ഇട്ടേക്കാം. അപ്പോൾ നമുക്കിനി
അടുത്ത പാർട്ടിൽ വീണ്ടും കാണാം. അതുവരെയും ദിസ് ഇസ് ബിനയ് ശങ്കർ signing off from Platform 7. See you again in the very next video. Until then, bye-bye.